ആ, ശരി ശരി, ഓക്കെ. എല്ലാം ഓക്കെ. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോകുന്നു? SCRT NCRT ലാസ്റ്റ് ഏത് ക്ലാസ് ആയിരുന്നു? ലാസ്റ്റ് ക്ലാസ് നമ്മുടെ ആയിരുന്നോ അതോ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ആ, ഇന്നലെ സോഷ്യൽ സയൻസ് ആയിരുന്നു അല്ലേ? സോഷ്യൽ സയൻസിന്റെ ഏതാ, ഹിസ്റ്ററി ആണോ അതോ? ആ, ഓ, ശരി ശരി. ആ, ഡെമോക്രസീനെ പറ്റിയാണല്ലേ പഠിച്ചത്? ആ, ശരി ശരി. നമ്മളുടെ ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ആ ചാപ്റ്റർ ആയിരിക്കും അല്ലേ? ആ, മനസ്സിലായി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒരാളോട് ഒരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. നമ്മളുടെ നാഷണൽ മറ്റേ പ്ലാനിംഗ് കമ്മിറ്റി അല്ല, ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏതോ റാങ്ക് ഫയലിനകത്ത് ആർദേസിർ ദലാൽ എന്ന ഒരു ആളാണ് ഇതിനെ ലീഡ് ചെയ്തത്. ആ 8 പേരിനകത്ത് ഉണ്ട്. ഞാൻ ആ AD എന്നൊക്കെ വെച്ച് പഠിപ്പിച്ച ഒരു സംഭവം ഇല്ലേ? AD എന്ന് വെച്ച് പഠിപ്പിച്ച 2 പേരുടെ പേര് കിട്ടും, AD ഷ്രോഫും ആർദേസിർ ദലാലും. അപ്പൊ ഞാൻ പറഞ്ഞത് പുരുഷോത്തം ദാസ് താക്കൂർദാസ് ആണ് ലീഡ് ചെയ്തതെന്നാണ്. ആക്ച്വലി അത് പുരുഷോത്തം ദാസ് താക്കൂർദാസ് ആണ് അത് ലീഡ് ചെയ്തത്. നമ്മൾ അതിന്റെ 1944 അല്ലേ വർഷം പറഞ്ഞത്, ബോംബെ പ്ലാനിന്റെ വർഷം പറഞ്ഞത്. അപ്പൊ ഈ ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ആ 8 ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് കൂടിച്ചേർന്ന് ആലോചിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിന്റെ ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തു, സെക്കൻഡ് എഡിഷൻ പബ്ലിഷ് ചെയ്തു. അതിന്റെ സെക്കൻഡ് എഡിഷൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് പുരുഷോത്തം ദാസ് താക്കൂർദാസിന്റെ പേരിൽ വരെയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ആ റാങ്ക് ഫയലിനകത്ത് ആ ഒരു ആർദർസർ ദലാൽ എന്നൊരു പേര് വന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും അത് നെറ്റിൽ നോക്കി, പക്ഷെ അങ്ങനെ കണ്ടില്ല. ഓക്കെ. അപ്പോ ഈ സെക്കൻഡ് പബ്ലിക്കേഷൻ നെയിംഡ് ആഫ്റ്റർ പുരുഷോത്തം ദാസ് താക്കൂർദാസ്. പിന്നെ ഇതിനെ ചിലര് നമ്മൾ ടാറ്റായും ബിർളായും ഒക്കെ ഉള്ളത് കൊണ്ട് ടാറ്റ ബിർള പ്ലാൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അത് ഇപ്പം എന്താണ്, ഇപ്പൊ റാങ്ക് ഫയലൊക്കെ ആണെങ്കിലും റാങ്ക് ഫയല് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. കാരണം അവരും എന്താണ് കൃത്യമായിട്ടുള്ള ആ, എന്താ കുറച്ച് നെറ്റിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്സുകൾ കാണും. അപ്പൊ നമ്മള് അത് എനിക്ക് തോന്നുന്നു ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ആയിരുന്നു ആ സംഭവം. അപ്പൊ ആ റാങ്ക് ഫയലിനകത്ത് ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാലും മതി, അങ്ങനെ ഒരു ആർദർശത്തല്ല എന്നുള്ള പേര് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഇത് ഞാനൊരു ഡിബേറ്റ് സംഭവമായിട്ട് പറയുന്നതല്ല. പക്ഷെ നമുക്ക് ഈ ആർദർസർ ദലാൽ എന്നൊരു സ്പെസിഫിക് പേഴ്സൺ ആണ് ഇത് ലീഡ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പബ്ലിക്കേഷൻ പോലും പുരുഷോത്തം ദാസ് താക്കൂർദാസിന്റെ പേരിലാണത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ. അപ്പൊ ആ ഒരു റാങ്ക് ഫയലിനകത്തെ പ്രശ്നമായിട്ടാണ് ഇതിനെ ഞാൻ നോക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നതും റാങ്ക് ഫയലൊക്കെ വെച്ചിട്ടാണ് ഫാക്കൽറ്റീസ് പഠിപ്പിക്കാറ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആർദേസർ ദലാലാണെന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം എനിക്ക് പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കാരണം അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാനത് പറയും, ഓക്കെ ഇങ്ങനെ ഒരു എറർ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഒരുപാട് സബ്ജക്ട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പലപ്പോഴും എന്താണ്, ഞാൻ സോഴ്സ് ഞാനെല്ലാം എന്താണ്, ഇപ്പം ഇതിനകത്ത് നിങ്ങൾ മോഡേൺ ഹിസ്റ്ററി, ഇപ്പൊ മോഡേൺ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ റെഫർ ചെയ്തത് സ്പെക്ട്രം ആണ്. അപ്പൊ അങ്ങനെ സോഴ്സ് ഞാൻ അങ്ങനത്തെ സോഴ്സുകളാണ് റെഫർ ചെയ്യാറുള്ളത്. പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് റെഫർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ നോക്കാറുള്ളത്. അതുകൊണ്ട് മിസ്റ്റേക്സ് മാക്സിമം ഞാൻ കുറച്ചാണ് തരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി എന്താണ് ഡിസ്ക്രിപ്റ്റൻസീസ് കാണും, ചില റാങ്ക് ഫയലുകളും ഒക്കെ ആയിട്ട് ചില എന്താണ് കുറച്ച് വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. അത് ഒന്നും കൂടി ഞാനത് ഇപ്പൊ നിങ്ങൾ നോട്ട് പറയുവാണെങ്കിൽ ഒന്നും കൂടി ഞാനത് റെഫർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് പറയും. ഓക്കെ. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ആദർശെല്ലാം ഇന്ന് കണ്ടില്ല, ഞാൻ നെറ്റിലും നോക്കി. ഇനിയിപ്പോ എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ ഈ റാങ്ക് ഫയൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ആ 8 ഇൻഡസ്ട്രിയലിസ്റ്റ്, പിന്നെ നമ്മൾ ആ ഒരു ഫാക്ടുകളൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ശരി. അപ്പൊ നമുക്ക്
ആദ്യത്തേലോട്ട് പോവാം. അപ്പൊ ആദ്യത്തേലോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തിരി ഒരു 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 ഡ്രൈ സംഭവമാണ്. കാരണം സ്റ്റേറ്റ്ഹുഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ചോദ്യം നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഇൻട്രസ്റ്റഡ് കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇത് ഒരു തവണ വന്ന ഒരു PYQ ആണ്. ഓക്കെ, ഈ PYQനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് 2022 ജാനുവരി 21 ജാനുവരി 21 എന്നുള്ളൊരു ഡേറ്റ് തന്നു. ഓക്കെ, ജാനുവരി 21 ഈ 3 സംസ്ഥാനങ്ങൾ, ഓക്കെ, 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാമത് സംസ്ഥാന രൂപീകരണ ദിനം ആചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവയില് ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ജാനുവരി 21 ഫോം ചെയ്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവര് സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിക്കുന്നത്, ഈ ഒരു സമയത്ത് ആചരിക്കുന്നത്. ശരി, 4 സംസ്ഥാനങ്ങളുടെ പേരുകളും തന്നിട്ടുണ്ട്: മണിപ്പൂര്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, അപ്പൊ കുറച്ച് പേര് ഓൾറെഡി ആൻസർ പറഞ്ഞു. നിങ്ങളുടെ റെക്കോർഡിംഗ് ഓൺ അല്ലേ? റെക്കോർഡിംഗ് ഓൺ ആണെന്ന് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഐ മീൻ ഇത് സൂം. അതെ അതെ, ശരി. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി എത്താം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൺ ആണ്. ശരി ശരി, ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി എത്താം. എന്താണ്? മേഘാലയ, മണിപ്പൂർ, ത്രിപുര. ഓക്കെ, മേഘാലയ, മണിപ്പൂർ, ത്രിപുര 1972 ജാനുവരി. ഓക്കെ, അപ്പം ഭാവി അതിന്റെ എല്ലാ ഡീറ്റെയിലുകളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ജാനുവരി 21 ഫോം ചെയ്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നവംബർ 1 എന്നുള്ളൊരു ഡേറ്റ്, അല്ലെ? നവംബർ 1 കുറച്ച് സംസ്ഥാനങ്ങൾ ഇവിടെ രൂപീകരിച്ചായിരുന്നു. 1956 എത്ര സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു? 1956 എത്ര സംസ്ഥാനങ്ങളാണ് രൂപീകരിച്ചത്? എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് രൂപീകരിച്ചത്? 14 സംസ്ഥാനങ്ങൾ രൂപീകരിച്ചായിരുന്നു. എത്രാമത്തെ അമെൻമെന്റ് ആയിരുന്നു എന്നറിയാമോ? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് രൂപീകരിച്ച 1956 അമെൻമെന്റ് എത്രാമത്തെയാണെന്നറിയാമോ? ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ആയിരുന്നു അറിയോ? 7ാമത്തെ അമെൻമെന്റ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ്ഹുഡ് ഡേയ്സിലോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുവാണ്, 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? അന്നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടെ രൂപീകരിക്കുന്നത്. ഓക്കെ, ഇതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട സംഭവം ഇന്ത്യയിൽ നടന്നിരുന്നു. ഏത് സംസ്ഥാനമാണ് രൂപീകരിച്ചത്? അറിയാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് സംസ്ഥാനമായിരിക്കും രൂപീകരിച്ചത്? 1956 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുന്നേ ഇവിടെ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര എന്ന സംസ്ഥാനമാണ്. 1953 ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 ഫാക്ട്സ് നിങ്ങൾ ഓർത്തിരിക്കുക. 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956 പ്രകാരം ഇവിടെ എത്രയാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. ഇതിനു മുന്നേ ഒരു സംസ്ഥാനം ഇവിടെ ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, 1953 ആന്ധ്ര. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. അതിനു മുന്നേ ഈ സ്റ്റേറ്റ്ഹുഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്ഹുഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, നവംബർ 1 രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് നമ്മളുടെ കേരളം. ഓക്കെ, അടുത്ത് കിടക്കുന്ന ആദ്യം എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും നവംബർ 1 രൂപീകരിച്ചത്. പക്ഷെ പിന്നീട് തമിഴ്നാട് ഈ നവംബർ 1 എന്നുള്ളത് റെസൊല്യൂഷൻ വഴി ഡേറ്റ് മാറ്റി. ഓക്കെ, അപ്പൊ ഈ നവംബർ 1 ഇപ്പൊ തമിഴ്നാട് ഇല്ല എന്ന് ഓർക്കണം. പകരം എന്തൊക്കെയുണ്ട്? കേരളമുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് നവംബർ 1 രൂപീകരിച്ചത്. ഇത് 3ന്റെ സ്റ്റേറ്റ്ഹുഡ് ഡേയും എത്രയാണ്? നവംബർ 1 തന്നെയാണ്, 1956. പിന്നെന്ത് വരുന്നുണ്ട്? പഞ്ചാബ് ആൻഡ് ഹരിയാന. അപ്പൊ പഞ്ചാബും ഹരിയാനയും
അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പഞ്ചാബും ഹരിയാനയും രൂപീകരിച്ചത് നവംബർ 1-നാണ്. വർഷം 56 അല്ല 66 ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇപ്പൊ എത്രയായി? പഞ്ചാബും ഉണ്ട്, ഹരിയാനയുണ്ട്. ഇനി മധ്യപ്രദേശും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും. മധ്യപ്രദേശും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും. അപ്പോൾ നമ്മളുടെ സൗത്ത് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ്. അപ്പൊ കേരളം, കർണാടകവും ആന്ധ്രാപ്രദേശും സതേൺ സ്റ്റേറ്റ് ആണ് നവംബർ 1-ന് രൂപീകരിച്ചത്. ഇനി പഞ്ചാബും ഹരിയാനയും ഉണ്ട്, മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നവംബർ 1-ന്റെ ആ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്രയും സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിക്കുന്നത് നവംബർ 1-നാണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ജാനുവരി 21-ന് എത്ര സംസ്ഥാനങ്ങളാണ് സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിക്കുന്നത്? മണിപ്പൂര്, മേഘാലയ, ത്രിപുര. ഓക്കെ, മണിപ്പൂരും മേഘാലയയും ത്രിപുരയാണ് സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിക്കുന്നത് ഓർക്കുക. ഇനി മെയ് 1 തൊഴിലാളി ദിനത്തിൽ GM വന്നില്ല എന്ന് ഓർത്താൽ മതി. ഗുജറാത്തും മഹാരാഷ്ട്രയും. ഓക്കെ, അപ്പൊ മെയ് 1-ന് ഗുജറാത്തും മഹാരാഷ്ട്രയാണ് സ്റ്റേറ്റ്ഹുഡ് ദിനം ആചരിക്കുന്നത്. ഫെബ്രുവരി 20-ന് ആരൊക്കെയാണ്? അരുണാചൽ പ്രദേശും മിസോറാമും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മിസോറാമും നാഗാലാൻഡും ഇല്ല എന്നുള്ളത് വേണം ആദ്യം ആലോചിക്കാൻ. ഓക്കെ, മിസോറാം, നാഗാലാൻഡ് ഇല്ല ഈ ഒരു ഗ്രൂപ്പിങ്ങിനകത്ത്. ജാനുവരി 21-ന്റെ ഗ്രൂപ്പിങ്ങിനകത്ത് മേഘാലയ, മണിപ്പൂർ, ത്രിപുര. ഇതിനകത്ത് മിസോറാമും ഇല്ല, നാഗാലാൻഡും ഇല്ല. ഓക്കെ, അത് പ്രത്യേകം ഓർത്തു വെക്കണം. ഓക്കെ, കാരണം മിസോറാം ഏതിന്റെ കൂടെ കിടക്കുന്നത്? അരുണാചൽ പ്രദേശിന്റെ കൂടെയാണ് കിടക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 20 അപ്പൊ സ്റ്റേറ്റ്ഹുഡ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തൊന്ന് പഠിച്ചു വെക്കുക. നവംബർ 1-ന് ഏതൊക്കെ സംസ്ഥാനം രൂപീകരിച്ചു, ജാനുവരി 21-ന് ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ആ ഗ്രൂപ്പിംഗ് ഒന്ന് പഠിച്ചാൽ മതി. മെയ് 1 തൊഴിലാളി ദിനമാണ്, GM വന്നില്ല, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഫെബ്രുവരി 20 മിസോറാമിന്റെ കൂടെ കിടക്കുന്നത് അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ജാനുവരി 21-ന് MMT, M ഫോർ മണിപ്പൂർ, MMT, M ഫോർ മണിപ്പൂർ, M ഫോർ മേഘാലയ ആൻഡ് T ഫോർ ത്രിപുര. അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്ഹുഡ് ഡേയ്സിനെ പറ്റി പറയുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ നാഗാലാൻഡ് ഇവിടെ വരുന്നില്ല. ബാക്കി മണിപ്പൂരും മേഘാലയയും ത്രിപുരയാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്? ജാനുവരി 21-ന് ഫോം ചെയ്ത സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങള് ഓക്കെ ആണല്ലോ? നോട്ട് ഡൗൺ ചെയ്തോ? ഞാനൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങള് പരമാവധി ലൈവ് ക്ലാസ്സിൽ ഇരിക്കാൻ നോക്കണം. കാരണം കഴിഞ്ഞ എക്സാംസിനെല്ലാം ആണെങ്കിലും എത്ര പാടുപെട്ടിട്ടാണെങ്കിലും ലൈവ് ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്കാണ് പൊതുവെ എക്സാംസിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും മാർക്ക് കൂടുതലായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവാൻ ഈ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പറ്റും. ഓക്കെ, 1 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് കിട്ടിയാൽ മതിയെന്നേ. പകരം ആ ലൈവ് ക്ലാസ്സിലും കയറിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് പിന്നെ എത്ര പേര് എടുത്ത് നോക്കാനാണ്? ഞാൻ ആ യൂട്യൂബിൽ ഇടുന്ന നിങ്ങളുടെ ആ ഒരു ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് നോക്കുമ്പോഴത്തേക്കും കൂടിപ്പോയി 5 or 10 പേരെ അത് കാണുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം ലൈവ് ക്ലാസ് വരുമ്പോഴത്തേക്ക് അതിന് കയറാൻ നോക്കും. ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറത്തില്ല. പക്ഷെ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ആകെപ്പാടെ 2 മണിക്കൂറല്ലേ ഉള്ളൂ. ആ ഒരു 2 മണിക്കൂർ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കയറുക. താല്പര്യം ഇല്ലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അങ്ങ് കയറുക. കിട്ടുന്ന പോയിന്റുകൾ ഒരു 2 പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റ്, 3 പോയിന്റ് ആണെങ്കിൽ 3 പോയിന്റ്. ഇതിൽ ഏതാണ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പം എന്താണ് നിങ്ങളുടെ ഡയറക്റ്റ് ആൻസേഴ്സിലേക്കായിരിക്കും നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ കുറെ കാര്യങ്ങൾ ഈ പറയുന്ന പോയിന്റും അതിന്റെ അനുബന്ധ പോയിന്റുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ക്ലാസ്സിലിരുന്ന കുട്ടികളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അനുബന്ധ പോയിന്റുകളായിട്ടാണ്, കേരള എക്കോണമിയുടെ ഭാഗം അല്ലാതെ അനുബന്ധ പോയിന്റുകളായിട്ടാണ് നമ്മൾ ആ കോള്, ജാറിയ, ജാർഖണ്ഡ് ഒക്കെ പറഞ്ഞു പോയത്. അപ്പൊ അതെല്ലാം എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ പറഞ്ഞു പോകുന്ന പോയിന്റുകളാണെങ്കിലും എക്സാമിന് വരാനുള്ള സാധ്യത അതിനകത്തുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കയറാൻ ശ്രമിക്കണം. കാരണം റെക്കോർഡൊക്കെ പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്ഹുഡ് ഡേയ്സ് പഠിച്ചോ? നവംബർ 1, ജനുവരി 21, മെയ് 1, ഫെബ്രുവരി 20. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോ പ്രിലിംസിന് എല്ലാ മാസം കാണും. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത ഏപ്രിൽ, മെയ്, മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഇലക്ഷന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ പൊതുവെ മെയ് മാസത്തിലാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള പ്രിലിംസ് പരീക്ഷ. മെയ് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇനി
ഒരു 6 മാസം കാണുമായിരിക്കും. അപ്പൊ ആ 6 മാസം കൊണ്ട് പ്രിലിംസിന് മാക്സിമം സ്കോർ ചെയ്യുന്ന തരത്തിലോട്ട് നിങ്ങൾ എത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മെയിൻസിന് വേണ്ടിയും കൂടെ ഈ പഠിച്ചു പോകുന്നത്. മെയിൻസിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് പറഞ്ഞു പോകും. പിന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആണ്. എന്റെ ക്ലാസ് ആയിട്ടല്ല, ഇത്തരത്തിലുള്ള ക്ലാസ് ആരെടുത്താലും ഹെൽപ്ഫുൾ ആണ്. എനിക്ക് ആരെങ്കിലും എടുത്തു തരുവാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണ് കാരണം ഈ കോർ ഏരിയ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇത് പിന്നെ റിവിഷനാണ്. പിന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പറയുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പിന്നെ പഠിച്ചു പോയാൽ മതി. അപ്പൊ ഇത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? മറ്റേ സിനിമയ്ക്കകത്ത് ബിനിമോൻ ഹാപ്പി അല്ലേ എന്നൊക്കെ പറയുന്ന പഴശ്ശിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തതിന്റെ പിറ്റേന്ന് ആ ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് വന്നിരുന്നു. അത് വരും. കാരണം ഇതിനകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇനി വരാനിരിക്കുന്ന പരീക്ഷയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പൊ നമ്മളിപ്പോ 3-4 ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ. ഈ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും കാണും. അതുകൊണ്ട് മിസ് ചെയ്യാതെ നോക്കുക. അപ്പൊ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി ആ ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ കാര്യങ്ങൾ പറയുമ്പോഴേ, സ്റ്റേറ്റ് ഫോർമേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിച്ചിട്ടില്ലായിരുന്നോ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് 300 എത്ര പേരെ ഉണ്ടായിരുന്നേ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? മഹാത്മാഗാന്ധി ഇല്ലായിരുന്നു എന്നും 389 എന്ന് രമ്യ പറഞ്ഞു അല്ലെ? 389 ആളുകൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇതൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. ഇതിനകത്ത് ഒരു ഡിവിഷൻ വരുന്നുണ്ടെന്ന് അറിയാലോ അല്ലെ? 292 പേര് എവിടുന്നാ വരുന്നേ? അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയാം. അന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് എത്രയാണ്? 292 പേര്. ഓക്കെ, 292 പേര്. പിന്നെ എത്രയാണ്? 93 പേര്. പിന്നെ 4 പേര്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരാള് പ്രവിശ്യ എന്നും പറഞ്ഞു, ഒരാൾ പ്രിൻസിലി സ്റ്റേറ്റ് എന്നും പറഞ്ഞു. ഓക്കെ, ഇനി വേറെ ഉത്തരങ്ങളുണ്ടോ? 292 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആണോ പ്രിൻസിലി സ്റ്റേറ്റ് ആണോ? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആണ്. 292 പ്രിൻസിലി സ്റ്റേറ്റ് ഒന്നും നമുക്കില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ 292 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസ്, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുണ്ട്. 93 പേര് പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ട്. 4 പേര് എവിടുന്നാണ്? ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസ്, ചീഫ് കമ്മീഷണർമാരുടെ പ്രോവിൻസസ്. അപ്പോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. മൊത്തം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് 389 ആളുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 292 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസിൽ നിന്നും, 93 അംഗങ്ങൾ പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നും, 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസിൽ നിന്നുമാണ്. ഇവരെ എലക്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്തും എല്ലാം വരുന്നുണ്ട്. ബോത്ത് ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം എത്തുകയാണ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എലക്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും എലക്ടഡ് അല്ല. പൂർണ്ണമായിട്ട് നോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നോമിനേറ്റഡ് അല്ല. ബോത്ത് ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് ആണ്. എല്ലാ റെപ്രസെന്റേഷനും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, എല്ലാ വിഭാഗങ്ങളുടെ റെപ്രസെന്റേഷൻ ഉണ്ട് എക്സെപ്റ്റ് ഗാന്ധി ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കാരണം നമ്മൾ ഈ ഓരോ കമ്മിറ്റീസ് ഒക്കെ പഠിച്ചു പോകുന്ന സമയത്തൊന്നും അതിനകത്ത് ഗാന്ധി ഇല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് ഗാന്ധിജി ഇല്ല എന്ന് ഓർക്കുക. ഓക്കെ, പിന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞു പോയിട്ടുള്ള ഡേറ്റ് ഡിസംബർ 6, 9, 11 എന്നീ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. അപ്പൊ നമുക്ക് മനസ്സിലായി ആ സമയങ്ങളിൽ എന്താണ്? ബ്രിട്ടീഷ് പ്രോവിൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഉണ്ട്, പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ട്, പിന്നെ കുറച്ച് ട്രൈബൽ ഏരിയാസും ഉണ്ട്. അപ്പൊ അതാണ് 1947 വരെയുള്ള ഇന്ത്യയുടെ ആ ഒരു ജോഗ്രഫിക് പാറ്റേൺ എന്ന് പറയുന്നത്. കണ്ടില്ലേ? അതാണ് ഈ ഒരു ആദ്യത്തെ ഇമേജിനകത്തുള്ളത്. ഇതിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടെറിട്ടറീസ് ഉണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടെറിട്ടറീസ് ഉണ്ട്, നാട്ടുരാജ്യങ്ങളുണ്ട്, പ്രിൻസിലി സ്റ്റേറ്റ് അല്ലെ? പ്രിൻസിലി സ്റ്റേറ്റ്.
നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, ദേ ആർ അണ്ടർ ദി റൂൾ ഓഫ് പ്രിൻസസ്. പ്രിൻസ്ലി സ്റ്റേറ്റുകളുണ്ട്, പിന്നെ അത് ട്രൈബൽ ഏരിയാസും ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായിരുന്നു എന്ന് ഓർക്കുക. ഇനി മലബാർ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നോ? ഈ മലബാർ എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നോ? മലബാർ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും മലബാർ ഉണ്ട്, തിരുവിതാംകൂർ ഉണ്ട്, കൊച്ചിയുണ്ട്. ഈ തിരുവിതാംകൂറും കൊച്ചി എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്, മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസും ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിന്റെ ആ ഒരു വികസനത്തിന്റെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ മലബാർ എന്ന് പറയുന്നത് കാർഷികപരമായിട്ട് വികസിച്ചതും തിരുവിതാംകൂറും കൊച്ചി മേഖലയ്ക്കകത്ത് ഒരല്പം വികസനങ്ങൾ കൂടുതലുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് എന്താണ് ബാങ്കിങ് ആണെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും. കാരണം ഇത് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ഇവിടുത്തെ രാജാക്കന്മാര്. സ്വാതി തിരുനാളും ഇപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചിത്തിര തിരുനാളും ഈവൻ മാർത്താണ്ഡവർമ്മ മുതൽ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും പ്രിൻസിലി സ്റ്റേറ്റും, മലബാർ വാസ് അണ്ടർ ദി ഡയറക്ട് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. ശരി, അപ്പൊ നമുക്ക് ഇതായിരുന്നു അതിന്റെ ഘടന എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 1950 വന്നപ്പോഴില്ലേ, ആ ഒരു റിപ്പബ്ലിക്കിന്റെ സമയത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് പാർട്ടുകളായിട്ട് തിരിച്ചു. പാർട്ട് എ സ്റ്റേറ്റ്, പാർട്ട് ബി സ്റ്റേറ്റ്, പാർട്ട് സി സ്റ്റേറ്റ്, പാർട്ട് ഡി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്ക് എത്ര സംസ്ഥാനങ്ങളും എത്ര യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്? ഇപ്പൊ എത്ര സംസ്ഥാനവും എത്ര 28. ശരിയാണ്, 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും നിലവിലുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം, ഈ യൂണിയൻ ടെറിട്ടറീസിനകത്ത് എത്ര എണ്ണത്തിന് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അല്ലെങ്കിൽ നിയമസഭകളുണ്ട്? ഈ 8 കേന്ദ്രഭരണ പ്രദേശത്തിനകത്ത് 3 എണ്ണത്തിലാണ് എന്തുള്ളത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്. ഓക്കെ, 3 എണ്ണം ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് നമ്മുടെ ജമ്മു കാശ്മീർ, 2 നമ്മുടെ പുതുച്ചേരി, ഓക്കെ, 3 ഡൽഹി. ഈ 3 എന്താണ് യൂണിയൻ ടെറിട്ടറീസിനും എന്താണ് ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലഡാക്കിന് ഇല്ല എന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചോണം, ജമ്മു കാശ്മീരിനാണ് ഉള്ളത്. അപ്പൊ ജമ്മു കാശ്മീരും പുതുച്ചേരിക്കും ഡൽഹിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ആണെന്ന് ഓർക്കുക. നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ടെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ശരി, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണ്? യൂണിയൻ ടെറിട്ടറീസ് ആരുടെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കുന്നത്? ഈ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അത് ലെജിസ്ലേച്ചറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഇനി യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ടർ ദ ഡയറക്ട് സൂപ്പർവിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനെയാണ്. ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് ആണ് യൂണിയൻ ടെറിട്ടറീസ് ഭരിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ഡൽഹിയുടെ ഒക്കെ കേസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പോലീസ് പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം എന്താണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന് കൊടുക്കാത്തൊരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ ഫാക്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു പാർട്ട് എ സ്റ്റേറ്റ് ഉണ്ട്, ബി സ്റ്റേറ്റ് ഉണ്ട്, സി സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 1950 ആ ഒരു ഡിവിഷനാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി പാർട്ട് എ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, പാർട്ട് എ സ്റ്റേറ്റ്. അപ്പൊ ഈ പാർട്ട് എ സ്റ്റേറ്റിനകത്ത് 9 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഒന്ന് പറഞ്ഞു പോവാണ്. പാർട്ട് എ സ്റ്റേറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു UPSC ഏതോ ഒരു എക്സാമിന് ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പാർട്ട് എ സ്റ്റേറ്റിനകത്ത് 9 സംസ്ഥാനങ്ങളുണ്ട്, പാർട്ട് ബി സ്റ്റേറ്റിനകത്ത് 9 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, പാർട്ട് എക്കകത്ത് 9, പാർട്ട് ബിക്കകത്ത് 9, പാർട്ട് സിക്കകത്ത് 10, പാർട്ട് ഡിക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത് ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള ടെറിട്ടറീസ് ആണ്. സോ പാർട്ട് എ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പാർട്ട് എ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പാർട്ട് എ സ്റ്റേറ്റിനകത്താണ് എന്ത് വരുന്നത്? അസം, വെസ്റ്റ് ബംഗാൾ. സോ ഇത് കണ്ടില്ലേ, ഈ ഒരു ചുമപ്പ് നിറത്തിൽ ചെയ്തിരിക്കുന്നതാണ് പാർട്ട് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആസാം ഉണ്ട്, അതുപോലെ തന്നെ ആസാം, ഓക്കെ, ആസാം ഉണ്ട്, അതുപോലെ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ബീഹാർ ഉണ്ട്, ബോംബെ ഉണ്ട്. ഓക്കെ, ബീഹാർ ഉണ്ട്, ബോംബെ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മദ്രാസ് പ്രോവിൻസ് ഉണ്ട്. സോ മദ്രാസ് പ്രോവിൻസ് കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് എ സ്റ്റേറ്റിനകത്താണ്. മൈസൂർ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാർട്ട് ബി സ്റ്റേറ്റിനകത്താണ്. ഓക്കെ, മൈസൂർ കിടക്കുന്നത് പാർട്ട് നെറ്റ് ഇഷ്യൂ വരുന്നുണ്ടോ ഒന്നുകൂടെ പറയാമോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ നെറ്റ് ഇഷ്യൂ? ഇല്ല. ശരി ശരി. പാർട്ട്
എക്കകത്ത് 9 സംസ്ഥാനങ്ങളുണ്ട്. പാർട്ട് ബിക്കകത്ത് 9 സംസ്ഥാനങ്ങളുണ്ട്. 9. പിന്നെ പാർട്ട് സിക്കകത്ത് 10 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പാർട്ട് ഡി ആണ്. ഈ പാർട്ട് ഡിക്കകത്ത് എന്താണ്, ഈ ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള എന്താണ് ഒരു പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ എന്താണ് അതർ ടെറിട്ടറീസ് ആ വരുന്നത്. പാർട്ട് എ 9 സംസ്ഥാനങ്ങളും, പാർട്ട് ബി 9 സംസ്ഥാനങ്ങളും, പാർട്ട് സി 10 സംസ്ഥാനങ്ങളും, പിന്നെ ആൻഡമാൻ നിക്കോബാറും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തിരുവിതാംകൂർ കൊച്ചിൻ എവിടെയാണ് വരുന്നതെന്ന് ചിലപ്പോൾ കേരള PSC ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ പാർട്ട് എ, അതുപോലെ പാർട്ട് ബി, അതുപോലെ പാർട്ട് സിക്കകത്ത് തിരുവിതാംകൂറും കൊച്ചിനും വരുന്നത് ഏത് പാർട്ടിനകത്താണ്? പാർട്ട് ബി സ്റ്റേറ്റിനകത്താണ് വരുന്നത്. സോ തിരുവിതാംകൂറും കൊച്ചിനും, അതുപോലെ തന്നെ മൈസൂര്, ഓക്കെ, മൈസൂര്, അതുപോലെ എഴുതിയെടുക്കേണ്ട കാര്യമുണ്ടോ? അത്ര ഇമ്പോർട്ടന്റ് അല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. എല്ലാ സംസ്ഥാനങ്ങളും വേണമെന്നുണ്ടോ? ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ പോരെ. ഓക്കെ, പാർട്ട് ബിക്കകത്ത് എന്താണ്? പിന്നെ പാർട്ട് ബിക്കകത്ത് തിരുവിതാംകൂർ വരുന്നുണ്ട്. തിരുവിതാംകൂർ കൊച്ചിൻ എന്നാണ് ആ പാർട്ട് ബിക്കകത്തെ ആ ഒരു ഡിവിഷൻ കിടക്കുന്നത്, തിരുവിതാംകൂർ കൊച്ചിൻ. അതുപോലെ തന്നെ മൈസൂര് കിടക്കുന്നത് പാർട്ട് ബിക്കകത്തും, മദ്രാസ് കിടക്കുന്നത് എവിടെയാണ്? ഈ പാർട്ട് എ സ്റ്റേറ്റിനകത്തുമാണ്. ഓക്കെ, അപ്പൊ പാർട്ട് എ സ്റ്റേറ്റ് മദ്രാസ് കിടക്കുന്നു, പാർട്ട് ബിക്കകത്ത് മൈസൂർ കിടക്കുന്നു. തിരുവിതാംകൂറും കൊച്ചിനും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ പാർട്ട് ബിക്കകത്താണ് കിടക്കുന്നത്. ശരി, ഇനി പാർട്ട് എ എന്ന് പറയുമ്പോഴത്തേക്ക് മേജർ ഡിവിഷനാണ്. മേജർ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ പ്രോവിൻസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ യുണൈറ്റഡ് പ്രോവിൻസസും ഉണ്ട്. അപ്പൊ സെൻട്രൽ ഏരിയാസിൽ വരുന്നതാണ് ഈ ബോംബെ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ബീഹാർ പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റേ ആസാം, വെസ്റ്റ് ബംഗാൾ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് പാർട്ട് എക്കകത്ത് വരുന്നത്. പാർട്ട് ബിക്കകത്ത് വരുന്നതാണ് ഈ പ്രിൻസിലി സ്റ്റേറ്റുകളൊക്കെ ആയിരുന്ന തിരുവിതാംകൂർ, കൊച്ചിൻ, അതുപോലെ തന്നെ മൈസൂര്, ഇതുപോലുള്ള. പിന്നെ പെപ്സു എന്ന് വെച്ചാൽ പാട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് പ്രോവിൻസസ് ആണ്. അപ്പൊ ഇതുപോലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് പാർട്ട് ബിക്കകത്ത്. പാർട്ട് സി എന്ന് പറയുന്നത് നമ്മുടെ കച്ച്, കൂച്ച്, ബീഹാർ, അതുപോലത്തെ കുറച്ച് സംസ്ഥാനങ്ങളാണ്, വലിയ ഇമ്പോർട്ടന്റ് അല്ല. പാർട്ട് ഡിക്കകത്ത് വരുന്ന ആന്ധ്രാപ്രദേശ് അല്ല, ആൻഡമാൻ നിക്കോബാർ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, തിരുവിതാംകൂറും കൊച്ചിനും വരുന്നത് പാർട്ട് ബിക്കകത്ത്, മദ്രാസ് വരുന്നത് പാർട്ട് എ, മൈസൂർ വരുന്നത് പാർട്ട് ബി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പിന്നീടുണ്ടായ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസിലാണ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് 1953 ഓക്കെ, അത് നമ്മളിപ്പോ ഈ ഒരു 2-3 ഘടനകൾ നമ്മൾ പറഞ്ഞു. കാരണം ഇൻഡിപെൻഡൻസിന് മുമ്പ് ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നുവെന്നും, റിപ്പബ്ലിക്കിന്റെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നുവെന്നും, സംസ്ഥാനങ്ങളുടെ ഡിവിഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1953 ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഇൻസിഡന്റിന്റെ പിന്നിൽ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആരാണ് വ്യക്തി? 1953 ആന്ധ്ര എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഹങ്ങർ സ്ട്രൈക്ക് ചെയ്ത വ്യക്തിയുടെ പേര് ഓക്കെ, പൊട്ടി ശ്രീരാമലു. പൊട്ടി ശ്രീരാമലു. ഓക്കെ, അപ്പോ പൊട്ടി ശ്രീരാമലു ഹങ്ങർ സ്ട്രൈക്ക് ചെയ്യുകയും 56 ദിവസത്തെ ഹങ്ങർ സ്ട്രൈക്ക് നടത്തി അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പൊട്ടി ശ്രീരാമലു. അപ്പൊ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയും 1953 ഇത് ആന്ധ്ര എന്ന സംസ്ഥാനത്തിന്റെ ഫോർമേഷന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മദ്രാസിൽ നിന്ന് മദ്രാസ് ഏതാ? പാർട്ട് എ ആയിരുന്നോ പാർട്ട് ബി ആയിരുന്നോ ഈ മദ്രാസ് എന്ന് പറയുന്ന പ്രോവിൻസസ് എന്ന് പറയുന്നത്? 1953. ഓക്കെ, പാർട്ട് എ ആണ്. പാർട്ട് എ സ്റ്റേറ്റ് ആയിരുന്ന മദ്രാസിനകത്ത് നിന്ന് ആന്ധ്ര എന്നൊരു സംസ്ഥാനത്തിനെ കാർവ് ഔട്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, പൊട്ടി ശ്രീരാമലു ഡിസംബർ 1952 മരണപ്പെടുന്നത്. ഓക്കെ, 1952 തൊട്ട് അടുത്ത വർഷം തന്നെ 1953 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആന്ധ്ര എന്ന് പറയുന്ന, ഇത് ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രയാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ 1953 ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണോ ഇതിന് മുന്നേ ആണോ ഭാഷാ അടിസ്ഥാനത്തിൽ ഇവിടെ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്? നോർമലി ഇതിന് മുന്നേ മുതലേ ആവശ്യമുണ്ട്. ഓക്കെ, അത് നമ്മളുടെ തിരുക്കൊച്ചി രൂപീകരണത്തിന് മുന്നേ തന്നെ
കേരള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് കൂടുതലായിട്ടും ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്നൊക്കെ ആദ്യമായിട്ട് തന്നെ അവകാശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ KPCCയുടെ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പഠിച്ചിട്ടുള്ളവർക്കറിയാം എന്താണ് പാലക്കാട്ടിലും തൃശ്ശൂരിലും ഒക്കെ ആയിട്ട് നിരവധി മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം കൂടുകയും അവിടെയെല്ലാം കേളപ്പനെ പോലെയുള്ള ആളുകളെല്ലാം ഇതിനു വേണ്ടിയിട്ട് നിരവധി തവണ എന്താണ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നെഹ്റു ഒക്കെ കേരളത്തിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഭാഷാ അടിസ്ഥാനത്തിലൊക്കെ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ആവശ്യം കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫോം ചെയ്തത് 1948 ജൂൺ മാസത്തിൽ. ഓക്കെ, ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പേരറിയാമോ? 1948 ജൂൺ മാസത്തിൽ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന കമ്മിറ്റിയുടെ പേരാണ് ദർ കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദർ, ആ അല്ലെ? അപ്പോ ദർ കമ്മീഷൻ ഇവിടെ വരികയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതിനകത്തെ ആളുകൾ ആരൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തെ ആളുകൾ 3 പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് SK ദർ, 2 JN ലാല്, പിന്നെ പന്നാലാൽ. SK ദർ, JN ലാൽ ആൻഡ് പന്നാലാൽ. ഓക്കെ, അപ്പൊ ഈ 3 പേരും കൂടെ കൂടിയിട്ട് ദർ കമ്മിറ്റി ഇവിടെ വരികയാണ്. അത് 1948 ജൂൺ മാസത്തിലാണ്. ഇവര് ദർ കമ്മീഷൻ ഈ ലിംഗ്വിസ്റ്റിക് ബേസിലായിട്ടുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ പറ്റും എന്നാണോ പറഞ്ഞത്, പറ്റത്തില്ല എന്നാണോ പറയുന്നത്? 1948 ജൂൺ മാസത്തില് ഇവിടെ ദർ കമ്മീഷൻ വരുന്നുണ്ട്. SK ദർ, ജയൻലാൽ ആൻഡ് പന്നാലാൽ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവര് പറയുകയാണ് ലിംഗ്വിസ്റ്റ് ബേസിൽ ഇവിടെ ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ പോട്ടി ശ്രീരാമലു ഇവിടെ ഹങ്ങർ സ്ട്രൈക്ക് നടത്തിയത്. കാരണം അത് എവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല. ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്യണം, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതവിടെ ഫെയിൽ ആവുന്നുണ്ട്. പകരം ഇവർ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്യാൻ പറ്റത്തില്ല. 2, ആസാമും നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ഇത് രണ്ടും കൂടെ രൂപീകരിക്കാമെന്നൊരു നിർദ്ദേശവും ഇവർ വെക്കുന്നുണ്ട്. സോ എന്താണ് ധർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളാണ്. ഒന്ന്, ലിംഗ്വിസ്റ്റിക് ബേസിൽ ഇവിടെ സ്റ്റേറ്റുകൾ ഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. 2, ആസാമും നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, നെഫ എന്ന് പറയും, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, ഇത് 2 രൂപീകരിക്കാമെന്ന് പറയുന്നുണ്ട്. 2 പ്രോവിൻസുകളായിട്ട്, ആസാം എന്നൊരു പ്രോവിൻസും നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നൊരു മറ്റൊരു പ്രോവിൻസുമായിട്ട് രൂപീകരിക്കാം. അല്ലാതെ ലിംഗ്വിസ്റ്റ് ബേസിൽ ഇവിടെ സംഭവങ്ങൾ പറ്റത്തില്ല എന്ന് പറയുന്നു. ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത കമ്മിറ്റി ഏതാ വരുന്നത്? 1953 ആന്ധ്ര രൂപീകരിച്ചതിന് ശേഷം ആ വർഷം തന്നെ അവസാനം 1953 ഡിസംബർ മാസത്തിൽ, ഓക്കെ സോറി 1953 അല്ല, 1947 ആ മാസം തന്നെ, ഓക്കെ, 1948 ഡിസംബർ മാസത്തിൽ, ഈ വർഷം തന്നെ അവസാനം 1948 ജൂൺ മാസത്തിൽ ദർ കമ്മീഷൻ വരുന്നു. അതങ്ങ് മാറി. ഇതേ വർഷം തന്നെ ഡിസംബർ മാസത്തില് മറ്റൊരു കമ്മിറ്റി വരുന്നുണ്ട്. ഏതാണത്? JVP എന്ന് നമ്മൾ ഷോർട്ട് ഫോം ഇട്ട് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേല്, പിന്നെ ജവഹർലാൽ നെഹ്റു, പിന്നെ V4 വല്ലഭായ് പട്ടേൽ ആൻഡ് വല്ലഭായ് പട്ടേൽ, പിന്നെ P4 പട്ടാഭി സീതാരാമയ്യ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ 1948 ഡിസംബർ മാസത്തിൽ ഇവിടെ JVP കമ്മിറ്റി വരുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ 1948 ഡിസംബർ മാസത്തിൽ വന്ന JVP കമ്മിറ്റി 1949 ഏപ്രിൽ മാസം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാമെന്നാണോ പറ്റത്തില്ല എന്നാണോ പറയുന്നത്? ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഭാഷാ അടിസ്ഥാനത്തില് പറ്റും എന്നാണോ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? ആദ്യത്തെ ദർ കമ്മീഷൻ പറയുന്ന അതേ സംഭവം തന്നെ ഇവര് പറയുകയാണ്.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഇവിടെ രൂപീകരിക്കേണ്ട ആവശ്യമില്ല. പകരം ഇവര് സ്ട്രെസ് കൊടുത്തത് മറ്റു കുറച്ച് കാര്യങ്ങളാണ്. കാരണം പ്രധാനമായിട്ടും വല്ലഭായ് പട്ടേലെ പോലെയുള്ള ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ആവശ്യം ഭാഷാ അടിസ്ഥാനത്തിൽ ഈ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതല്ല, പകരം നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു JVP കമ്മിറ്റി. ഓക്കെ, ഇപ്പൊ ദർ കമ്മീഷൻ പറഞ്ഞത് 2 പ്രോവിൻസുകൾ ഉണ്ടാക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന് JVP കമ്മിറ്റി പറഞ്ഞത് സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, അല്ലാതെ ഭാഷാ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസ് വേണമെന്ന് നമ്മുടെ ആവശ്യം നിരാകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആയിട്ട് 1953 നമുക്കെല്ലാം അറിയാവുന്ന ഏതാ വന്നത്? ഓക്കെ, 1948 ജൂൺ മാസത്തിൽ തെർ കമ്മീഷൻ, 1948 ഡിസംബറിൽ JVP, പിന്നെ 1953 ഡിസംബർ മാസത്തിൽ ഏത് കമ്മിറ്റി വരുന്നുണ്ട്? ഫസൽ അലി കമ്മീഷൻ വരുന്നുണ്ട്, അല്ലെ? ഫസൽ അലി കമ്മിറ്റി എന്ന് പറയും. ഫസൽ അലി കമ്മീഷന്റെ ഫസൽ അലി, ഇതിനകത്ത് മെമ്പേഴ്സിനെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഫസൽ അലി ആരൊക്കെയായിരുന്നു ഫസൽ അലി കമ്മീഷന്റെ? ഫസൽ അലി ഒരാളുണ്ട്, പിന്നെ HN കുൻസ്രു, പിന്നെ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പോ ഫസൽ അലി, HN കുൻസ്രു, സർദാർ KM പണിക്കർ എന്നീ 3 പേരടങ്ങുന്ന ഫസൽ അലി കമ്മീഷനാണ് 1953 വരുന്നത്. ഈ 1953 നിലവിൽ വന്ന സർദാർ KM പണിക്കർ കറക്റ്റ് ആണ്. അപ്പോൾ 1953 വന്ന ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് 1956 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1956 വരുന്നതും അതുവഴി ഈ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത്, നമ്മളുടെ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയേക്കുക. കാരണം 1953 ഓൾറെഡി ആന്ധ്ര ഇവിടെ ഉണ്ട് നമുക്കറിയാം. 1956 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും വന്നു, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയർ ചോദിച്ചിട്ട് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടേബിൾ ഒന്ന് വായിച്ച് ഒന്ന് പോയേക്കുക. കാരണം 1960 സമയത്ത്, 60-ന് മുന്നേ വരെ ബോംബെ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഈ ബോംബെക്കകത്തുനിന്ന് മഹാരാഷ്ട്രയും ഗുജറാത്തും വേർതിരിച്ച്, ഓക്കെ, മഹാരാഷ്ട്രയും ഗുജറാത്തും വേർതിരിച്ചെടുക്കുകയാണ് 1960 ചെയ്യുന്നത്. കാരണം മഹാരാഷ്ട്രയും ഗുജറാത്തും എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റുകൾ ഈ 14 എണ്ണത്തിനകത്ത് ഇല്ല. ഓക്കെ, 14 എണ്ണത്തിനകത്ത് ഉള്ള ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ 14 എണ്ണത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു 14 എണ്ണത്തിനകത്ത് ഉള്ളത് ഇത്തരം സംസ്ഥാനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാം, ഗുജറാത്ത് ഇല്ല, അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഇല്ല. പകരം എന്താണുള്ളത്? ബോംബെ ആണുള്ളത്. ഓക്കെ, ആ സമയത്തൊക്കെ ബോംബെ ആണ് ഉണ്ടായിരുന്നത്. ഈ ബോംബെക്കകത്തു നിന്നാണ് ഈ മഹാരാഷ്ട്രയും ഗുജറാത്തും സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്കറിയാം 1961 ഏതോ ഒരു യൂണിയൻ ടെറിട്ടറി ഇന്ത്യയിലേക്ക് വരാമെന്ന് സന്നദ്ധത അറിയിച്ചിരുന്നല്ലോ, ഇന്ത്യയിലേക്ക് വന്നായിരുന്നല്ലോ. അത് 1961 ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന ഒരു ടെറിട്ടറി, യൂണിയൻ ടെറിട്ടറി അല്ല, ഒരു ടെറിട്ടറി ഏതായിരുന്നു 1961? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗോവയാണ്, അല്ലെ? ഗോവ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ ആയി. ഓക്കെ, പക്ഷേ ഗോവ എന്നാണ് സംസ്ഥാനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1987 1961 ഇന്ത്യയുടെ പാർട്ടായ ഗോവ 1987 ഗോവനെ ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, 62 ഏതാണ് വന്നത്? പുതുച്ചേരിയാണ് വന്നത്. 63 നാഗാലാൻഡ്. സോ പാർട്ടായത് ഗോവ, പുതുച്ചേരി, നാഗാലാൻഡ്. പക്ഷെ ഗോവയ്ക്ക് പിന്നീടാണ് സ്റ്റേറ്റ്ഹുഡ് കിട്ടുന്നത്. ഓക്കെ, ടെറിട്ടറി ആയിട്ട് വെച്ചതിന് ശേഷം പിന്നീടാണ് സ്റ്റേറ്റ്ഹുഡ് കിട്ടുന്നത്. സ്റ്റേറ്റ്ഹുഡ് കിട്ടുന്നത് 87 അപ്പൊ ആ സമയത്ത് ഗോവയ്ക്ക് തന്നെ അല്ല കിട്ടുന്നത്, മിസോറാമിനും അരുണാചൽ പ്രദേശിന്റെയും കൂടെയാണ് ഈ ഗോവയ്ക്ക് സ്റ്റേറ്റ്ഹുഡ് പദവി കിട്ടുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് എന്താണ്? 62 പുതുച്ചേരി ഇങ്ങോട്ട് വന്നു. പുതുച്ചേരി എന്താണ് ഇവിടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഉൾക്കൊള്ളിച്ചു. 63 നാഗാലാൻഡ് വന്നു. 66 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, പഞ്ചാബിൽ നിന്ന് ഹരിയാനയും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ചണ്ഡീഗഡും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ പഞ്ചാബിൽ നിന്നാണ് ഹരിയാനയും ചണ്ഡീഗഡും സെപ്പറേറ്റ് ചെയ്തത് 66
6, 6. അപ്പൊ ഇതിനകത്ത് തന്നെ 2 പേരുണ്ടെന്ന് ഓർത്തേക്കുക. ഓക്കെ, ഒന്ന് ഹരിയാന, 2 ചണ്ഡീഗഡ് ആണ്. ഇനി 71-ല് പഞ്ചാബിൽ നിന്ന് തന്നെ ഹിമാചൽ പ്രദേശ് വിഭജിക്കുന്നുണ്ട്. കാരണം പഞ്ചാബിൽ നിന്ന് ആ സമയത്ത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നാണ് ഹരിയാന വന്നത്, പഞ്ചാബിൽ നിന്നാണ് ചണ്ഡീഗഡ് വന്നത്, പഞ്ചാബിൽ നിന്ന് തന്നെയാണ് ഹിമാചൽ പ്രദേശ് വന്നത്. പക്ഷെ ഹിമാചൽ പ്രദേശ് മാത്രം ഫോം ചെയ്ത് 71-ലാണ്. ഇത് പഞ്ചാബ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വെച്ചാണ് ഈ സാധനം വരുന്നത്. 60-ലെ ബോംബെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നു. അതുപോലെ തന്നെ എത്രയാണ് പിന്നീട് പഞ്ചാബ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നായിരുന്നു. അപ്പൊ അതിന്റെ പഞ്ചാബ് റീഓർഗനൈസേഷന്റെ കീഴിൽ 3 സംസ്ഥാനങ്ങളായിട്ടാണ് പഞ്ചാബിനെ ഡിവൈഡ് ചെയ്ത് ഹരിയാന, ചണ്ഡീഗഡ് ആൻഡ് ഹിമാചൽ പ്രദേശ്. അതാണ്. പക്ഷെ ഹിമാചൽ പ്രദേശ് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് ഫോം ചെയ്തത്. ഓക്കെ. 72 മണിപ്പൂരും മേഘാലയയും ത്രിപുരയും. 1972 ഏതാ ഡേറ്റ് എന്ന് പറഞ്ഞേ? 1972 ഡേറ്റ് ജാനുവരി 21 അല്ലെ? ഓൾറെഡി നമ്മൾ പഠിച്ചു പോയ സാധനമാണ്. 1972 ജാനുവരി 21-ാം തീയതിയാണ് ഈ 3 സംസ്ഥാനങ്ങളും നിലവിൽ വരുന്നത്. ഓക്കെ. പിന്നീട് 75-ൽ സിക്കിം ഒരു 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 പ്രത്യേക പദവിയോടെ സിക്കിം ഇവിടെ വന്നു. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാലും മതി. അപ്പൊ 75 ഫോർ സിക്കിം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു 87-ലാണ് പിന്നീട് ഗോവയുടെ കൂടെ അരുണാചൽ പ്രദേശും മിസോറാമും വന്നത്. 2000-ൽ എത്രയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. ആ പറയുമ്പോൾ ഉള്ള ഒരു പ്രൊണൗൺസിയേഷൻ തന്നെ സെയിം ആണ്. ജാനുവരി 21. ഓക്കെ. 2025 15th ആനിവേഴ്സറി. അതെ, 2025-ല് ഈ 15th 50 വർഷം തികയുമാണ് സിക്കിം രൂപീകരിച്ചതിന് ശേഷം. ഓക്കെ. ഇനി എത്രയാണ്? 2000 എന്നുള്ള ആ ഒരു ബേസ് വർഷത്തിൽ തന്നെ നമുക്ക് എന്താണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്. ആ ഒരു റൈം നമുക്ക് കിട്ടും. സോ 2000 ഫോർ 2000-ൽ ഏതാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് ഉത്തരാഖണ്ഡ്. 2014-ല് നമുക്ക് ഇപ്പോഴും ഓർമ്മയാണ്, തെലുങ്കാന രൂപീകരിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് മാറ്റി തെലുങ്കാനയായിട്ട് രൂപീകരിച്ചു. 2019-ൽ നമുക്കറിയാം 2 യൂണിയൻ ടെറിട്ടറീസ്, ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇപ്പൊ ഒരെണ്ണത്തിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ഒരെണ്ണത്തിന് ഇല്ല. ഒരെണ്ണത്തിന് എന്താണ്? ലഡാക്ക് നേരിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ജമ്മു കാശ്മീർ വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി. CM ആരാണ്? ജമ്മു കാശ്മീരിന്റെ നിലവിലത്തെ CM ഒമർ അബ്ദുള്ള അല്ലെ? ഒമർ അബ്ദുള്ള ന്യൂസിനകത്തൊക്കെ എപ്പോഴും കാണാമല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് 2019 വരെയുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പൊ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ വർഷവും പിന്നെ അതിലും പ്രധാനമായിട്ട് ഈ സ്റ്റേറ്റ്ഹുഡ് ഡേയ്സ് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളെങ്കിലും കുറെ പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകണം. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ അതോ എത്രയാണ് പിന്നെ റെക്കോർഡിങ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അനോട്ടഡ് കിട്ടുമ്പോഴോ അങ്ങനെയാണോ എഴുതി പോകുന്നത്? അതോ ഇപ്പോഴേ എഴുതി പോവാണോ? നോട്ട് ചെയ്ത് പോവാല്ലേ? ശരി ശരി. ഇപ്പൊ ഇത് കണ്ടില്ലേ, പാർട്ട് ABCD. ഈ ABCD എന്ന വിഭജനത്തിനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? 1956-ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഇത് റദ്ദ് ചെയ്തിട്ടാണ് പിന്നീട് ABCDക്ക് പകരമാണ് 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറീസും ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്താണ് യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ് ഇതൊന്ന് നോക്കി വെച്ചോണേ. ഈ ലക്ഷദ്വീപ്, മിനിക്കോയ് ആൻഡ് അമൻദീവി ഇത് ഒറ്റ യൂണിയൻ ടെറിട്ടറി ആണ്. ഓക്കെ. ആൻഡമാൻ നിക്കോബാർ ഒരു യൂണിയൻ ടെറിട്ടറി. പിന്നെ ഡൽഹി ഉണ്ട്, മണിപ്പൂർ, ത്രിപുര, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ഒക്കെ ഇപ്പം സംസ്ഥാനമാണ്. ഓക്കെ. മണിപ്പൂർ, ത്രിപുര. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കണം. പിന്നീട് യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ്ഹുഡ് കിട്ടുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ. ഇനിയിപ്പം വീണ്ടും സ്ലൈഡിനൊരു പ്രശ്നം വന്നു തോന്നുന്നു. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് സേവ് ചെയ്തിട്ട് ഇപ്പൊ വരാം.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഓക്കെ. അപ്പോ ഇനി അടുത്തത് ഇപ്പൊ ഇനി അടുത്തത് ജിയോ തെർമൽ ഫീൽഡുകളെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, തെർമൽ ഉണ്ട്, ജിയോ തെർമൽ ഉണ്ട്, പിന്നെ റിന്യൂവബിൾ ഉണ്ട്, സോളാർ വിൻഡ് പോലത്തെ റിന്യൂവബിൾ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പൊ എന്തായാലും നമുക്ക് ജിയോ തെർമലിനെ പറ്റി ഒന്ന് നോക്കാം. ജിയോ തെർമൽ ഫീൽഡിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ജിയോ തെർമൽ ഫീൽഡ് അല്ലാത്തതെന്ന്? ഓക്കെ. അപ്പൊ ഭൂമിയുടെ താപം പിന്നീട് ഊർജ്ജമാക്കി മാറ്റി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് ജിയോ തെർമൽ എന്ന് പറയുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ജിയോ തെർമൽ അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. ഈ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാനങ്ങളുടെ ഇതുമായിട്ട് പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അവരുടെ ഡേറ്റ് ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ. ഹിസ്റ്ററിക്കകത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പൊതുവെ എന്താണ് നമ്മൾ ഈ നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോഴേ ചിലപ്പം ഇതുപോലത്തെ ചെറിയ 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 ഫാക്ടുകളൊന്നും എന്താണ് ഫാക്കൽറ്റീസിനെ കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയെന്ന് വരത്തില്ല. നോർമലി അവര് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും നോക്കി പോകുന്നത്. അപ്പൊ ആ ഒരു ഇതിനാണ് ഞാൻ ചെറിയ ചെറിയ ഫാക്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു പോയത്. പക്ഷെ ഇതൊക്കെ എക്സാമിന് വരാനുള്ള സാധ്യതകൾ കൂടിയ ഐറ്റംസുമാണ്. ഇനി ജിയോ തെർമൽ ഫീൽഡിനെ പറ്റി പറയുന്ന സമയത്ത് ഇതിലേതാണ് അല്ലാത്തത്? പറ്റുമോ? കിട്ടുമോ? 2ഉം 4ഉം അല്ല എന്ന് പറഞ്ഞു. പിന്നെ ജിയോ തെർമൽ എന്താണെന്ന് അറിയാമോ? ഉണ്ടല്ലേ? എന്ന് വെച്ചാല് ഇപ്പൊ ഭൂമിയുടെ ഇപ്പൊ ഇതാണ് മാന്റില്. നമുക്കറിയാം ഭൂമിയുടെ ഡിവിഷൻ ഉണ്ടല്ലോ, ക്രസ്റ്റ്, മാന്റില്, കോറ്. ഇത് മൂന്നെണ്ണമാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് കുഴിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്താണ്, ക്രസ്റ്റ് കാണും. അപ്പൊ ഈ ക്രസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ട് താപം ഉപയോഗിച്ചാണ്. അപ്പം ഈ ക്രസ്റ്റിനകത്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. അതായത് കോണ്ടിനെന്റ്സ് ഇരിക്കുന്ന ക്രസ്റ്റും ഉണ്ട്, ഓഷ്യൻസ് ഇരിക്കുന്ന ക്രസ്റ്റും ഉണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പോകുമ്പോഴാണ് മാൻഡിൽ വരുന്നത്. അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. ഓക്കെ. ആദ്യം ക്രസ്റ്റ് ആണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അത് കഴിഞ്ഞിട്ട് അപ്പർ മാൻഡിൽ വരുന്നുണ്ട്, ലോവർ മാൻഡിൽ വരുന്നുണ്ട്. പിന്നെയാണ് ഔട്ടർ കോറും ഇന്നർ കോറും വരുന്നത്. ഓക്കെ. ഇപ്പൊ ക്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിന് താഴത്തെ മാൻഡിൽ എന്ന് പറയുന്നത് അല്പം എന്താണ്, നമ്മൾ താഴോട്ട് പോകുന്നത് അനുസരിച്ച് ചൂട് കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ മാൻഡിൽ എന്താണ്, ഈ തിളച്ച് മറിയുന്ന ലാവയെല്ലാം ഉള്ള ഒരു പോർഷനാണ് മാൻഡിൽ എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ ഓഫ് അപ്പർ മാൻഡിൽ, ഇതൊന്ന് നോക്കുക. അപ്പർ പോർഷൻ ഓഫ് അപ്പർ മാൻഡിൽ, അപ്പർ മാൻഡിലിന്റെ അപ്പർ പോർഷൻ, ഈ സാധനത്തിന്റെ പേര് പറയും. എന്താണെന്നറിയോ? അപ്പർ പോർഷൻ ഓഫ് ദി അപ്പർ മാൻഡിൽ. ഈ ഈ ഈ ഒരു ഭാഗത്തിന് ഒരു പേര് പറയും. അസ്തനോസ്പിയർ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അസ്തനോസ്പിയർ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അസ്തനോസ്പിയർ. അപ്പോ അപ്പർ മാൻഡിലിന്റെ മുകളിലുള്ള ആ ഒരു പ്രതലം എന്ന് പറയുന്നത് അസ്തനോസ്പിയർ ആണ്. തിളച്ചു മറിയുന്ന ലാവയൊക്കെ ഉള്ള ആ ഒരു പ്രദേശമാണ് ഈ അസ്തനോസ്പിയർ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം മാൻഡിലോട്ട് കടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ മാൻഡിലിന്റെയും അസ്തനോസ്പിയറിന്റെയും ഒക്കെ മുകളില് എന്താണ്, നമുക്ക് റോക്കിന്റെ കുറെ ഡെപ്പോസിഷനും അതുപോലെ തന്നെ വാട്ടറിന്റെ കണ്ടന്റും ഉണ്ടല്ലോ. അപ്പോ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് ആ ജലത്തിലും ചൂട് കാണും, താപനില കൂടുതലായിരിക്കും. അപ്പം ഈ ജലത്തിന്റെ, ഈ ഭൗമ ഉപരിതലത്തിന്റെ എന്താണ്, ഒരു വോൾക്കാനോ ഒക്കെ എന്താണ്, വോൾക്കാനോയുടെ പ്രസൻസ് ഒക്കെ ഉള്ള, തിളച്ചു മറിയുന്ന ലാവയുടെ ഒക്കെ പ്രസൻസ് ഉള്ള ആ ഒരു ഹീറ്റ് മുകളിലോട്ടും എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആ മുകളിലുള്ള വെള്ളത്തിന്റെ ചൂട് ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക.
ഓക്കെ, ഇത് കണ്ടില്ലേ, മാൻഡിൽ പോർഷന്റെ മുകളിലുള്ള വാട്ടർ. ഓക്കെ, ഈ ഒരു ഹോട്ട് വാട്ടറിന്റെ റിസർവോയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോട്ട് വാട്ടറിനെ ഇങ്ങോട്ട് കയറ്റി അതിന്റെ സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ ടർബൈൻ കറക്കി പിന്നെ അത് ജനറേറ്ററിലോട്ട് വിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെള്ളം തിരിച്ച് താഴോട്ട് തന്നെ വിടുന്നുമുണ്ട്. മറ്റൊരു ഒരു പൈപ്പ് വഴി തിരിച്ച് ഈ വെള്ളം തിരിച്ച് താഴോട്ട് വിടുന്നുമുണ്ട്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചൂടുവെള്ളം മേലോട്ട് കയറ്റുന്നു, സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു കൂളിംഗ് ടവറിനകത്തൂടെ ഇത് വിട്ട് പിന്നെ താഴോട്ട് ഈ വെള്ളം താഴോട്ട് വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ ചൂട് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനാണ് ഈ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഈ ജിയോ തെർമൽ എനർജി വെച്ചിട്ട് പ്രധാനപ്പെട്ട ജിയോ തെർമൽ ഫീൽഡുകളുണ്ട്. ഓക്കെ, ജിയോ തെർമൽ എനർജി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ജിയോ തെർമൽ ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് തട്ടപ്പാണി, ഛത്തീസ്ഗഡ്. ഇത് വിത്ത് പ്ലേസ് നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇനി പൂഗ ജമ്മു കാശ്മീർ, കാംബെ ഗുജറാത്ത്, മണികരൺ ഹിമാചൽ പ്രദേശ്, സൂരജ് കുണ്ട് ഹരിയാന, ചുംതാങ് ലഡാക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. തട്ടപ്പാണി ഛത്തീസ്ഗഡ് ആണ്, പൂഗ ജമ്മു കാശ്മീർ ലഡാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നു, കാംബെ ഗുജറാത്ത് ആണ്, മണികരൺ ഹിമാചൽ പ്രദേശ്, സൂരജ് കുണ്ട് ഹരിയാന, ചുംതാങ് ലഡാക്ക്. ഓക്കെ, എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണ് ഈ കച്ച് അതുപോലുള്ള ഒരു പേരല്ലേ കാംബെ എന്ന് പറയുന്നത്, കാംബെ ഗുജറാത്ത് ആണെന്ന് ഓർത്തിരിക്കുക. മണികരൺ ഹിമാചൽ പ്രദേശ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണികരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. സൂരജ് കുണ്ട് ഹരിയാനയിലാണ്. ഓക്കെ, സൂരജ് കുണ്ട് ഹരിയാനയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇത് ഏത് ജിയോ തെർമൽ ഫീൽഡാണ്, ഏത് സംസ്ഥാനത്തോ കേന്ദ്രഭരണ പ്രദേശത്തോ ആണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റിനോട്ട് വന്നേ. ഇത് ഒന്നാമത്തെ ഏതാണ് സംസ്ഥാനം എന്ന് പറഞ്ഞേ? ഛത്തീസ്ഗഡ് ആണ് അല്ലെ? ഛത്തീസ്ഗഡ് ആണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്. നരോറ നമ്മൾ പഠിച്ചായിരുന്നോ? നരോറ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പൂഗ നമ്മൾ പഠിച്ചു. എവിടെയായിരുന്നു പൂഗ? പൂഗ വാലി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ജമ്മു കാശ്മീർ അല്ലേ? സിംഗറോളി നമ്മൾ പഠിച്ചായിരുന്നോ? സിംഗറോളി ഇല്ലല്ലോ അല്ലെ? സിംഗറോളി പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് 1ഉം 3ഉം ആണ് ജിയോ തെർമൽ ഫീൽഡ് എന്ന് പറയുന്നത്. 2ഉം 4ഉം ഓക്കെ, മുന്നേ പറഞ്ഞ ആൻസർ ശരിയാണ്. 2ഉം 4ഉം ആണ് ഇതിനകത്ത് ഇല്ലാത്തത്. പക്ഷെ ഈ നരോറയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നരോറ ഉത്തർപ്രദേശിലാണ് ഉള്ളത്. നരോറ ഒരു ആണവ നിലയമാണ്. ഓക്കെ, നരോറ ഉത്തർപ്രദേശ് ആണ്. ഇതൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ആ ന്യൂക്ലിയർ ആണ് ഈ നരോറ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഈ ന്യൂക്ലിയറിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 7 ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ 7 എണ്ണത്തിനെയും നിങ്ങൾ ഈ ജിയോ തെർമൽ ഫീൽഡ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ 7 ന്യൂക്ലിയർ പവർ സ്റ്റേഷനും കൂടെ ഒന്ന് പഠിച്ചു പോകണം. ഇപ്പം ജിയോ തെർമൽ ഫീൽഡ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരുന്ന സമയത്ത് ഏറ്റവും ലാർജസ്റ്റ് ഏതെന്ന് അറിയാമോ? നമ്മളുടെ ഇന്ത്യയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഏതാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്? അത് കൂടംകുളമാണ്. ഓക്കെ, ലാർജസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടംകുളം. കൂടംകുളം എവിടാന്ന് അറിയാലോ? തമിഴ്നാടാണ്. ഇനി ഫസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താരാപൂർ ആണ്. ഫസ്റ്റ് ന്യൂക്ലിയർ ഏതാന്ന് ചോദിച്ചാൽ അത് താരാപൂർ ആണ്. അത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്ര. അപ്പൊ നമുക്ക് ഒന്ന് പിടികിട്ടി. ലാർജസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടംകുളം തമിഴ്നാടാണെന്ന് പിടികിട്ടി. ഫസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് താരാപൂർ മഹാരാഷ്ട്രയാണെന്ന് പിടികിട്ടി. തമിഴ്നാട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? തമിഴ്നാട്ടില് വേറെ ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? തമിഴ്നാട്ടില് വേറെ ഏതെങ്കിലും ഒരു മേജർ? 7ഓളം മേജർ ആണുള്ളത്. ഓക്കെ, നെയ്വേലി ലിഗ്നൈറ്റിന്റെ സാധനമല്ലേ? ഓക്കെ, കൽപ്പാക്കം ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. ഓക്കെ,
അപ്പോൾ തമിഴ്നാട്ടിലുള്ളത് കൽപ്പാക്കം, മേജർ പവർ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്, ന്യൂക്ലിയർ പവർ ഏതൊക്കെയാണ്? കൽപ്പാക്കം ഉണ്ട്, കൂടംകുളവും ഉണ്ട്. ഓക്കെ. ഗുജറാത്തിൽ ഒരെണ്ണം ഉണ്ട്, അറിയാമോ? ഗുജറാത്തില് ഗുജറാത്തില് കാക്രപ്പാറ. കാക്രപ്പാറ ഗുജറാത്താണ്. ആ അതെ. ഇനി രാജസ്ഥാനിൽ ഏതെങ്കിലും ഉണ്ടോ? രാജസ്ഥാനില് റാവത്ത് ബാട്ട രാജസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കാക്കരപ്പാറ ഗുജറാത്ത് ആണ്. റാവത്ത് റാവത്ത് ബാട്ട റാവത്ത് ബാട്ട രാജസ്ഥാൻ. പിന്നെ കൈഗ കർണാടക. കൈഗ കർണാടക. 1 2 3 4 5 6. താരാപൂർ. ആ, 5 6. 1 2 3 4 5 6. കൂടംകുളം തമിഴ്നാട്, താരാപൂർ മഹാരാഷ്ട്ര, കൽപ്പാക്കം തമിഴ്നാട്, നാരോറ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന സാധനം, നരോറ ഉത്തർപ്രദേശ്. അങ്ങനെ 7 മേജർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട് എന്ന് നോക്കുക. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ 2 ഉണ്ട്. അതിലൊന്നാണ് ലാർജസ്റ്റ് ആണ്, കൂടംകുളമാണ്. ഓക്കെ. കൂടംകുളം ആണവ നിലയം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ KSEB ഒക്കെ കൂടംകുളത്ത് പോയിട്ടാണ് ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ പഠിച്ചു വരുന്നത്. സോ കൂടംകുളമാണ്, തമിഴ്നാടാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൂടംകുളം റഷ്യയാണ് ഹെൽപ്പ് ചെയ്തത്. ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് നോക്കാം. കൂടംകുളം തമിഴ്നാട്. പിന്നെ ആദ്യത്തെ ഏതാണ്? താരാപൂർ ആണ്, മഹാരാഷ്ട്ര. പിന്നെ തമിഴ്നാട്ടിൽ മറ്റൊന്നും കൂടി റഷ്യയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ മറ്റൊന്നും കൂടി ഉണ്ട്, കൽപ്പാക്കമാണ്. ഇനി ഗുജറാത്ത്, കാക്കരപ്പാറ ഗുജറാത്ത് ആണ്. റാവത്ത് ബാട്ട രാജസ്ഥാനാണ്. കൈഗ ജി ആണ്. കൈഗ കർണാടക, നരോറ ഉത്തർപ്രദേശ്. അപ്പൊ ഇത്രയും ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോണേ. അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസുമായി ജിയോ തെർമൽ ഫീൽഡുമായി. ഇനിയിപ്പോ കോള് കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. അങ്ങനെ ഒരു കോളായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിംഗ്രോളി. ഓക്കെ. സിംഗ്രോളി ഒരു കോൾ ഫീൽഡാണ്. നരോറ ഒരു ന്യൂക്ലിയർ ഫീൽഡാണ്, ന്യൂക്ലിയർ പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഇതാണ് മേജർ ജിയോ തെർമൽ ഫീൽഡുകളും മേജർ 7 ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസും. ഓക്കെ. ഓക്കെ. സിംഗ്രോളി മഹാരാഷ്ട്രയാണ്. UP-ലും ഉണ്ടെന്നാണ്, സിംഗ്രോളി മഹാരാഷ്ട്ര എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ടെക്സ്റ്റിനകത്ത് UP എന്നും കൂടെ ഉണ്ടായിരുന്നു. സിംഗ്രോളി മധ്യപ്രദേശ്, സോറി, മഹാരാഷ്ട്ര അല്ല, മധ്യപ്രദേശ്. അപ്പം UP എന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്തിടാം. ഒന്നായിട്ടേ വരുള്ളൂ. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. കോള് നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയാണ്. പുന്നപ്ര വയലാർ സമരനായകൻ അറിയാമല്ലോ. ശരി, VS ആണല്ലേ. ശരി. ഇനിയിപ്പോ പുന്നപ്ര വയലാർ സമരം എന്നാണ് നടന്നത്, ഇതിന്റെ നേതൃത്വം ആരൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ്. ഓക്കെ. മധ്യപ്രദേശ് തന്നെയാണ്. ഞാനും പഠിച്ചിട്ടുള്ളത് മധ്യപ്രദേശ് എന്നാണ്. എന്നാലും ടെക്സ്റ്റ് എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് തന്നെ ഇടാം. 1946 പുന്നപ്ര വയലാർ. ശരി. പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റിലോട്ട് പോവാം. അതൊരു ബ്രിട്ടീഷ് പോലീസും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഇത് ശരിയായിരിക്കുമോ? നമ്മൾ ഒന്നാമത്തെ പോയിന്റ് വായിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പോലീസും തിരുവിതാംകൂർ കോൺഗ്രസും തമ്മിലുള്ള അക്രമാസക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നോ? ഇത് ശരിയാണോ അല്ലയോ? നിങ്ങളിത് നോക്കിയിട്ട് ഇത് ശരിയായിരിക്കുമോ? ഒന്നാമത്തെ പോയിന്റ് ശരിയാവാൻ സാധ്യതയുണ്ടോ? ഓക്കെ. ഒരാള് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും തെറ്റായിട്ട് 2 പേര് പറഞ്ഞു. ഇതെന്താണ്? ബ്രിട്ടീഷ് പോലീസ് ഓക്കെയാണ്, പക്ഷെ ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അവരുടെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ അവര് ഇതിനകത്ത് അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ചോദ്യമാണ്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് തുടക്കകാലം മുതലേ എന്താണ്
ഇവര് ഈ അക്രമം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് പൊതുവെ ഇവർ സപ്പോർട്ട് ചെയ്യാറില്ല. പുന്നപ്ര വയലാർ സമരം നടന്ന സമയത്തും തിരുവിതാംകൂർ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഈ അക്രമാസക്തമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷ് പോലീസ് ആരുമായിട്ടാണ് അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടത്തിയത് എന്നാണ് ചോദ്യം. ഓക്കെ, പുന്നപ്ര വയലാർ സമരനായകൻ VS ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമാരുമായിട്ടും തൊഴിലാളി സംഘടനകളുമായിട്ടായിരിക്കുമല്ലോ അക്രമാസക്തമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്താൻ സാധ്യത കൂടുതൽ, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഇത് തിരിച്ചറിയണം. ലോജിക്കലി വേണമെങ്കിൽ എത്താം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തേത്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് കാരണമായിട്ടുണ്ടോ ഈ പുന്നപ്ര വയലാർ സമരം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. പുന്നപ്ര വയലാർ സമരം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, നമ്മൾക്കറിയാം 1956 നമ്മുടെ കേരളം രൂപീകരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് ഇത് കാരണമായോ എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ സമരം കാരണമാണോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നിട്ടുള്ളതാണ് ചോദ്യം. ഓക്കെ, ആക്ച്വലി ഈ ഒരു 1957 നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അങ്ങനെ ഒരു എന്താണ് പിടിച്ചെടുത്ത് ഒരു റവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള ഒരു സാധനമായിരുന്നില്ലല്ലോ. ഇത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലേ? അപ്പൊ ഇത് ഡെമോക്രസിയുടെ, നിങ്ങൾ ഇന്നലെ പഠിച്ച ഡെമോക്രസിയുടെ ഭാഗത്തു നിന്ന് ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇൻ ദ വേൾഡ് ആണ് ഈ 1957 നമ്മളുടെ ഇവിടെ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ, EMSന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ അത് പുന്നപ്ര വയലാർ സമരത്തിന്റെ ഡയറക്റ്റ് എഫക്റ്റ് അല്ല. പകരം കമ്മ്യൂണിസത്തെ എന്താണ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കമ്മ്യൂണിസം വളരുന്നതിന് ഇത് സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തോതിൽ പുന്നപ്ര വയലാർ സമരം കേരളത്തിൽ കമ്മ്യൂണിസം വളരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നേരിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് കാരണമായിട്ടില്ല എന്നുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്ത് പഠിക്കണം. ശരി, ഇനി മൂന്നാമത്തേത് എല്ലാവരും ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ മോഡൽ അല്ലെങ്കിൽ അമേരിക്കൻ മാതൃകയിൽ തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുന്നതിനെതിരെയായിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം നടന്നത് പ്രധാനമായിട്ടും എന്നാണ് ചോദ്യം. ഇത് ശരിയാണോ? തിരുവിതാംകൂറിൽ ഒരു അമേരിക്കൻ മാതൃക കൊണ്ടുവരാൻ ആരെങ്കിലും നോക്കിയായിരുന്നോ? അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുന്നപ്ര വയലാർ സമരം തൊഴിലാളികളും ബാക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇതിനെതിരെ പുറത്തു വന്നത്. അപ്പൊ ഇത് നടപ്പാക്കിയ ഒരു വ്യക്തിയുണ്ട് അല്ലെ, ദീവാൻ CP-യുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ കൊണ്ട് കളയണം എന്നാണ് അവർ പറഞ്ഞത് അല്ലെ. അപ്പോ ഈ CP-യുടെ അമേരിക്കൻ മോഡൽ ഗവേണൻസ് ഇവിടെ കൊണ്ടുവരാൻ CP നോക്കി. ഓക്കെ, അപ്പോ അങ്ങനെ എന്താണ് ഈ ഒരു മോഡലിനെതിരെ, കാരണം ഈ മോഡലിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു മോഡലിനകത്ത് എക്സിക്യൂട്ടീവ്, നമുക്കറിയാം ലെജിസ്ലേച്ചറും ഉണ്ട് എക്സിക്യൂട്ടീവും ഉണ്ട്. ഈ ഒരു എക്സിക്യൂട്ടീവിനെ പുറത്താക്കാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ പുറത്താക്കാൻ പറ്റത്തൊന്നും ഇല്ലായിരുന്നു അമേരിക്കൻ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനകത്ത്. എക്സിക്യൂട്ടീവ് വലിയ റെസ്പോൺസിബിളും അല്ല. കാരണം എന്താണ്, ഇറിവോക്കബിൾ എക്സിക്യൂട്ടീവ് എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അത്ര പെട്ടെന്നൊന്നും താഴെ വീഴാത്ത തരത്തിലുള്ള എക്സിക്യൂട്ടീവിനെ കൊണ്ടുവന്ന് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരുപാട് എന്താണ് അധികാരങ്ങൾ ദീവാനിലേട്ടും എക്സിക്യൂട്ടീവിലോട്ടും കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കൻ മോഡൽ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അന്നത്തെ ദീവാനായിട്ടുള്ള CP ഇവിടെ നോക്കിയത്. അതിനെതിരെയാണ് എന്ത് പറയുന്നത്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് പുന്നപ്ര വയലാർ സമരം ഇവിടെ അരങ്ങേറിയത്. വേറെ കുറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെ കൂടിയായിരുന്നു പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ലാൻഡ് റിഫോംസ് ഒക്കെ വരുത്തണം എന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള പുന്നപ്ര വയലാർ സമരത്തിന്റെയൊക്കെ ഹിസ്റ്ററി മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കാരണം ഈ പല വിധേനയും ഈ ചെറിയ ചെറിയ ആൾക്കാരിൽ നിന്നെല്ലാം അവരുടെ ചെറിയ ചെറിയ ഭൂമികളെല്ലാം ഇങ്ങനെ ജന്മിമാര് കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇവരെ കുടിയാന്മാരാക്കി മാറ്റുകയും ഇവരെ ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് എന്താണ് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങൾ,
അതുകൂടാതെ ഇപ്പൊ ഇതാണ്ട് അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം, ഒരു ഗവേണൻസ് സിസ്റ്റം ഇവിടെ അന്നത്തെ ദീവാനായിരുന്ന CP ഇവിടെ കൊണ്ടുവരുന്നു. എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പൊറുതിമുട്ടി കമ്മ്യൂണിസ്റ്റ് ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതൃത്വത്തില് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ പുനഃപ്രവേല സമരം അരങ്ങേറുവാണ്. ഓക്കെ, ഇനി നാലാമത്തെ നോക്കിയേ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കുമോ? ഇവിടെ CP രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഗവർണൻസ് കൊണ്ടുവന്നു. അപ്പൊ ഇതിനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് അതിനെതിരെ പുനഃപ്രവേല സമരം നടന്നു. പുനഃപ്രവേല സമരത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണച്ചു എന്ന് പറയുന്നു. ശരിയായിരിക്കുമോ? തെറ്റാവാനുള്ള സാധ്യതയാണ്, അല്ലെ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റും എതിർത്തു. ഇവിടുത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും ഇവിടെ അക്രമമാണ്, നമ്മളില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കുക ചെയ്തത്. അപ്പൊ ഇതിനകത്തെ കറക്റ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് 3 മാത്രമാണ്. ഓപ്ഷൻ C മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളൊരു ഉത്തരം. ഓക്കെ, ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്കിത് രണ്ട് ഓപ്ഷൻ നമുക്ക് മാറ്റിക്കളയാം. ഒന്ന്, ആ ഒരു കാര്യമാണ്, ഇത് അക്രമാസക്തമായതുകൊണ്ട് കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചില്ല. ആ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു, ഈ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇപ്പൊ 2ഉം 4ഉം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ 1, 3 മാത്രം. ഓക്കെ, 1, 3 ഇതിനെതിരെ ഇതിൽ ഏതാണ് ശരിയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിനകത്ത് നമുക്ക് കിട്ടും ഈ കോൺഗ്രസിന്റെ സംഭവം നമുക്ക് അറിയാമെങ്കിൽ. ഈ അക്രമാസക്തമായ 1ഉം 3ഉം ആണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 1ഉം 3ഉം നമുക്ക് എന്റെ പേന എന്ത് ചെയ്യും? പേന എവിടെ പോയി? കിട്ടി. പേന ഇടയ്ക്ക് കാണാതെ പോയി. ശരി, അപ്പോൾ കോൺഗ്രസ് അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ തെറ്റാന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഓക്കെ, നാലാമത്തേതും തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ 1ഉം പോയായിരുന്നു, 4ഉം പോയി. 1ഉം 4ഉം പോയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. 1 പോയി, ഇവിടെ 4ഉണ്ട്, അത് പോയി, ഇവിടെ 1 ഉണ്ട്, അത് പോയി. അപ്പൊ 1ഉം 4ഉം തെറ്റാന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ C കിട്ടുമായിരുന്നു. ഒരു കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണോ മനസ്സിലാക്കുന്നതായിരുന്നു ഈ ചോദ്യത്തിനകത്തെ ക്രക്സ് എന്ന് പറയുന്നത്. നമ്മളത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്തെ കുറേ ഫാക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കണം. പക്ഷെ ഇതിനകത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ലോജിക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം പുന്നപ്ര സമരം ഇവിടെ നടന്നു. അപ്പം സമരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ബ്രിട്ടീഷ് പോലീസുമായിട്ടുള്ള ഒരു സമരമാണ്, ഏറ്റുമുട്ടലാണ്, അക്രമാസക്തമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. നേതാക്കൾ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്, അറിയാവോ നേതാക്കളെ? ഈ TV തോമസ്, പുനഃപ്രവേല സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് TV തോമസ് ഉണ്ട്, പത്രോസ് ഉണ്ട്, സുഗതൻ. സുഗതൻ. അതുപോലെ തന്നെ GK കുമാരപണിക്കർ. GK ആണോ CK ആണോ? കുമാരപണിക്കർ. പിന്നെ PT പുന്നൂസ്. TV തോമസ്, പത്രോസ്, സുഗതൻ, CK ആണ്, CK കുമാരപണിക്കർ, PT പുന്നൂസ്. അപ്പൊ ഇത്രയും പേരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് പറയുന്നത്. VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയും ആളുകളുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര സമരം നടന്നത്. TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപണിക്കർ, PT പുന്നൂസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പേരുകളും ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ K ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാളുണ്ട്, K ശങ്കരനാരായണൻ. TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപണിക്കർ, PT പുന്നൂസ്. പിന്നെ K ശങ്കരനാരായണൻ. അപ്പൊ ഇത്രയും പേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് നേതൃത്വത്തിലുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു, VS അടക്കമുള്ള ആളുകൾ. വയലാറൊക്കെ ഇതിനകത്തെ ഘടകമായിരുന്നു. ശരി.
ഇനി ഇത്രയും കാര്യങ്ങള് ഓക്കെ എന്താണ് പഠിച്ചതിന് ശേഷം ഇതിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കുക. 1946 ഒക്ടോബർ മാസം 24-നാണ് നമ്മൾ നോർമലി പഠിക്കുന്നത്. 24 മുതൽ 27 വരെ ഉണ്ടായിരുന്നു ആലപ്പുഴയിലും അതിനോടനുബന്ധിച്ച. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, പുന്നപ്ര വയലാർ സമരം നടന്നതെന്ന് ഓർക്കുക. ഓക്കെ, വയലാർ സ്റ്റാലിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ വയലാറിലൊക്കെയാണ് അതുപോലെ തന്നെ എന്താണ് ആലപ്പുഴയിലെ ഏത് പ്രദേശത്താണ് അതെന്ത് ഓക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ, ആലപ്പുഴയുടെ പുന്നപ്ര വയലാർ പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണെന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 1946 ഒക്ടോബർ 24 എന്നുള്ള ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കണേ. പൊട്ടിപ്പുറപ്പെട്ട ദിവസം 1946 ഒക്ടോബർ മാസം 24-ാം തീയതി. ശരി, ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, CP രാമസ്വാമി അയ്യരാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം CP രാമസ്വാമി അയ്യർ അന്നത്തെ ദീവാനായിരുന്നു. അദ്ദേഹം US പ്രസിഡന്റിൻ്റെതിന് സമാനമായിട്ടുള്ള ഗവേണൻസ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. കാരണം എന്താ, പിരിച്ചു വിടാൻ അത്ര എളുപ്പം കഴിയാത്ത തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവാണ് അദ്ദേഹം ഇൻഡയറക്ട്ലി ഇവിടെ കൊണ്ടുവരാൻ നോക്കിയത്. ഓക്കെ, അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചപ്പോഴത്തേക്കും ഈ CPക്ക് ഇവിടെ സ്വേച്ഛാധിപതിയായിട്ട് കഴിയണം. അങ്ങനെ ദീവാന്റെ സ്വേച്ഛാധിപത്യ ഭരണം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ പുറത്തു വരുന്നത്. തിരുവിതാംകൂർ കോൺഗ്രസ് ഇതിനെ എതിർത്തിരുന്നു. പക്ഷേ അക്രമാസക്തമായിട്ടുള്ള ഒരു എതിർപ്പായിരുന്നില്ല തിരുവിതാംകൂർ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരു അക്രമാസക്തമായിട്ടുള്ള നിലപാടല്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ടുള്ള ഒരു തൊഴിലാളി പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവുകയും അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പുറത്തിറങ്ങുകയും ചെയ്തു. ഓക്കെ, പിന്നീട് 1947 സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സമയത്ത് ഇതൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്തും കോൺഗ്രസ് ഇതിനെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു നിലപാട് കൈക്കൊണ്ടില്ല. പിന്നീട് 1998 ആണ് പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് നിലവിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ കിട്ടുന്നുണ്ട്. കാരണം ഇത് ഒരു ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു ഭാഗമായിട്ട് മാറി. ഓക്കെ, കാരണം അന്നത്തെ ആ ഒരു ആവശ്യം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഒക്കെ സമയത്തെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിന്റെ ക്യാരക്ടർ വേറെയാണ്. കാരണം ദീവാനെതിരെയായിട്ടുള്ള ഒരു സമരമാണ്, ജന്മി കുടിയാൻ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു സമരമാണ്. പക്ഷെ ബ്രിട്ടീഷ് പോലീസ് ആണ് ഇവർക്കെതിരെ എന്താണ് സമരം അല്ലെങ്കിൽ ഇവർക്കെതിരെ നിന്നത്. അതൊക്കെ ബ്രിട്ടീഷ് പോലീസ് ആണെന്നുള്ളതൊക്കെ. പക്ഷെ എന്താണ് അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് വേറെ ആയതുകൊണ്ടും അതുപോലെ തന്നെ അക്രമാസക്തമായതുകൊണ്ടും എന്താണ് കോൺഗ്രസ് ഇതിനെ കമ്മ്യൂണിസ്റ്റ് നിലപാടിനെ എതിർത്ത് നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടൊന്നും ഇതിനെ പരിഗണിക്കാത്തത്. പിന്നീട് പറയുന്നുണ്ട് 1946 ഈ പുന്നപ്ര വയലാർ സമരം ഇവിടെ അരങ്ങേറിയത്. അത് 1946 അവസാന ഭാഗം. ഓക്കെ, 1966 അവസാന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ററിം ഗവൺമെന്റ് ഒക്കെ ഇവിടെ വരുന്ന സമയമായി. ഓക്കെ, ഇന്ററിം ഗവൺമെന്റ് 1946 സെപ്റ്റംബർ 2 വന്നു. അപ്പം ഇന്ററിം ഗവൺമെന്റ് അറിയാലോ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1946 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ ഇന്ററിം ഗവൺമെന്റ് വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത് ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടിയാണ് ഈ പുന്നപ്ര വയലാർ സമരം നടത്തിയെങ്കിൽ ആ സമയത്ത് തന്നെ ഇവിടെ ഇന്ററിം ഗവൺമെന്റ് വന്നേ, പിന്നെ എങ്ങനെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് ആ സമയത്ത് ചോദിച്ചത്. പക്ഷെ പിന്നെ 1998 ഇതിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് നിലവിൽ ഇത് ഭാഗമാണെന്ന് ഓർക്കുക. പക്ഷെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പാർട്ടല്ല. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ആ സമയത്ത് ഇതിനെ എതിർത്തായിരുന്നു. നിങ്ങൾ ഇത് നടത്തുന്ന സമയത്ത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി.
പിന്നെ എങ്ങനെയാണ് ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവുന്നത് എന്നാണ് ആ സമയത്ത് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഡേറ്റുകൾ ഓർത്തോണേ. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ്. ആലപ്പുഴയിലാണ്, പുന്നപ്ര വയലാർ ഗ്രാമങ്ങളിലാണെന്ന് ഓർക്കുക. കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ദീവാൻ CP-യുടെ ഈ അമേരിക്കൻ മോഡൽ പരിഷ്കരണങ്ങളും ജന്മികുടിയാൻ വ്യവസ്ഥയും ഒക്കെ ഇതിനകത്തെ ഒരു പ്രശ്നങ്ങളായിരുന്നു എന്ന് ഓർത്തു വെക്കുക. പിന്നെന്താണ്? ഇത് 1998 ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെന്ന് ഓർക്കുക. അന്നത്തെ കോൺഗ്രസ് അക്രമാസക്തമായിട്ടുള്ള ഒരു ഈ നിലപാടിനെ അത്ര പിന്തുണച്ചില്ല എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതാണ് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. പിന്നീട് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതിനെപ്പറ്റി പഠിക്കാനുള്ളൊരു കമ്മിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉദയഭാനു റിപ്പോർട്ട്. അപ്പം ആ റിപ്പോർട്ടൊക്കെ അക്രമാസക്തമായിട്ടുള്ളൊരു സാധനത്തെ അത്ര പിന്തുണച്ചിട്ടില്ല, ഉദയഭാനു റിപ്പോർട്ട്. ഓക്കെ, പിന്നെ ഓക്കെ, കല്ലുമാല സമരം നമ്മൾ ഒന്ന് പഠിച്ചതാണ്. കല്ലുമാല സമരം ആരായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? കല്ലുമാല സമരം സോറി, അയ്യങ്കാളിയുടെ നേതൃത്വത്തില് ആ മറ്റൊരു മറ്റൊരു പേരും നമ്മൾ ഇതിനെ പഠിച്ചായിരുന്നു, കല്ലുമാല സമരത്തിന്, അല്ലെ? പെരുന്നാട് അല്ലെങ്കിൽ ചന്തലഹള എന്നൊക്കെ പറയും. പെരുന്നാട് ചന്തയിൽ വെച്ചിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കല്ലുമാല സമരത്തിനെ പറ്റിയിട്ടുള്ള ഒരു മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നമുക്ക് കണ്ടില്ലേ, കണക്റ്റഡ് ആയിട്ടുള്ള 1915 എന്നും അരുൺകുമാറിന് ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വീണ്ടും വന്നു, PYQ-നകത്ത് റിപ്പീറ്റ് അടിച്ചു. അപ്പോ ആ ആദ്യം നമ്മളോട് ചോദിച്ചത് മറ്റു കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ ഈ സമയത്ത് നമ്മളോട് ചോദിച്ചത് കല്ലുമാല സമരത്തെ പറ്റിയാണ്. കല്ലുമാല സമരത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശരി ഏതാണെന്ന് നോക്കാം, പറയാൻ പറ്റുമോ? നമ്മളത് പറഞ്ഞു പോയതാണ്. മറ്റുള്ളവരെ പോലെ ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആയിരുന്നു കല്ലുമാല സമരം. ശരിയാണോ? മറ്റുള്ളവരെ പോലെ ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം. ഓക്കെ, കല്ലുമാല സമരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഈ എന്താണ്, കല്ലുകളും ചില്ലുകളും കൊണ്ടുള്ള മാലകൾ ധരിക്കാൻ അവര് നിർബന്ധിതരായി. അതുകൊണ്ട് ഈ മാലകൾ അവര് എറിഞ്ഞുടയ്ക്കുന്നതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അത് എറിഞ്ഞുടച്ചത്? അവർക്കും സാധാരണ ആളുകളെ പോലെയുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതിനു വേണ്ടി ആയിരിക്കില്ലേ അവരത് എറിഞ്ഞുടച്ചത്? ഇപ്പൊ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇനി അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി സ്വർണം പോലത്തെ, വെള്ളി പോലത്തെ, വജ്രം പോലത്തെ ആഭരണങ്ങൾ അണിയാൻ പാടില്ല. പകരം നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അണിയേണ്ട ആഭരണങ്ങൾ എന്തൊക്കെയാണ്? കല്ലുകളും കുപ്പിച്ചില്ലുകളും കൊണ്ടുള്ള മാലകളാണ് നിങ്ങൾ അണിയേണ്ടത്. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്തലഹള അവിടെ നടന്നത്, പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം അവിടെ അരങ്ങേറിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു? മറ്റുള്ളവരെ പോലെ ആഭരണങ്ങൾ ധരിക്കാൻ ഞങ്ങൾക്കും അവകാശം വേണം, അല്ലാതെ ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇത് ഒന്നാമത്തെ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? അല്ലേ? കാരണം അവര് ഈ കല്ലുമാലയാണ്, കല്ലുമാല എറിഞ്ഞുടയ്ക്കുമ്പോൾ അതിനൊരു ഉദ്ദേശം വേണമല്ലോ. അവർക്ക് മാലയില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണോ അവര് ഈ കല്ലുമാല സമരം നടത്തിയത്? അവർക്ക് എല്ലാവരെ പോലെ ആഭരണങ്ങൾ അണിഞ്ഞു നടക്കണം, അല്ലാതെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള മാലകൾ അണിഞ്ഞു നടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ശരി, ഇനി രണ്ടാമത്തെ ശരിയാണോ? ഇത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. രണ്ടാമത്തേത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഒന്ന് ശരിയാണ്, രണ്ട് ശരിയാണ്. ഇനി നോക്കിയേ, സമരത്തിന് നേതൃത്വം കൊടുത്തത് ധീവര സമുദായമായിരുന്നു. ഒരു ചോദ്യമാണിത്. ധീവര സമുദായമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. അയ്യങ്കാളിയുടെ മറ്റൊരു പേരെന്തായിരുന്നു? അയ്യങ്കാളിയുടെ മറ്റൊരു പേര്, ഇപ്പൊ ഇന്ദിരാഗാന്ധി ഗ്രേറ്റസ്റ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന അയ്യങ്കാളിനെ വിളിച്ചായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റൊരു പേരുണ്ടായിരുന്നു അയ്യങ്കാളിക്ക്. എന്തായിരുന്നു? എന്ത് രാജയാണ്? പുലയ രാജൻ എന്നൊരു പേരുണ്ടായിരുന്നല്ലോ, അല്ലെ? അപ്പൊ ഇത്
പുലയ സമുദായമായിരുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, പുലയ രാജ എന്ന വിളിപ്പേര് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വഴി വന്നതാണെന്ന് ഓർത്തേക്കണം. ഓക്കെ, അപ്പൊ പ്രസ്താവന ഒന്ന് ശരിയാണ്. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പുലയ സമുദായക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹിക വിലക്കുകൾ കാരണം കല്ലുകൾ കൊണ്ടും ചില്ലുകൾ കൊണ്ടുമുള്ള ആഭരണങ്ങൾ മാത്രമേ ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈ അവകാശം ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, എല്ലാവരെയും പോലെയുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് കല്ലുമല സമരം. ശരി, ഇനി പ്രസ്താവന 2 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊല്ലം ജില്ലയിലെ പെരിനാട്, ചെറുമൂട്, കഞ്ചാവേലി തുടങ്ങിയ സമീപ ഗ്രാമങ്ങളിൽ വെച്ചിട്ടാണ് ഇത് അറിയപ്പെട്ടത്. പെരുന്നാട് ചന്തയിൽ വെച്ചിട്ട് അരങ്ങേറിയതുകൊണ്ട് ഇതിനെ പെരുന്നാട് ചന്തലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രസ്താവന 3 തെറ്റാണ്. ധീവരയല്ല, പുലയ സമുദായക്കാരാണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കുറച്ച് കാര്യങ്ങൾ 1915 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, 1915 കൂടെ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോയേക്കുക. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കല്ലുമാല സമരത്തെ പറ്റി പഠിച്ചു വെക്കുക. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ, ഇനി അടുത്തത് ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ യൂറോപ്യന്മാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഡേൺ ഹിസ്റ്ററിക്കകത്തുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കാം. ഇത് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഏതാണ് തെറ്റുന്ന, ഏതാണ് തെറ്റ്? ഒന്നാമത്തേത്, പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ മതനയം ഉദാരവും പുരോഗമനപരവുമായിരുന്നു. ബ്രിട്ടീഷുകാരെ പോലെ ആയിരുന്നോ പോർച്ചുഗീസ്? അവരുടെ മതനയം പുരോഗമനപരവും എന്താണ്, ഉദാരവുമായിരുന്നോ? ആയിരുന്നില്ല. ആയിരുന്നില്ല എന്നാണ് അരുൺ പറയുന്നത്. അരുൺകുമാർ പറയുന്നത് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ അത്ര പോരായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത്. മറ്റൊരു ആർക്കെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടോ? പോർച്ചുഗീസുകാർ കേരളത്തില് റിലീജിയസ് ആയിട്ട് അവർ ഓക്കെ ആയിരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കി, പക്ഷെ റിലീജിയസ് ആയിട്ട് അവർ ഓക്കെ ആയിരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യത്തെ വന്ന പോർച്ചുഗീസ് എന്നാ വന്ന, ഏത് വർഷമാണ് വന്നത് ഇവിടെ? കാപ്പാട് കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങിയത് വർഷം? ആ 1498 മെയ് മാസത്തില്, മെയ് മാസം 20-ാം തീയതി കറക്റ്റാ. ഓക്കെ, അപ്പൊ അവരിവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോട് സാമൂതിരിയൊക്കെ ആയിട്ട് പ്രശ്നം, എന്താണ്, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, കൊച്ചിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ റിലീജിയസ് പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ളത്, കേരളത്തിലാണെങ്കിലും ശരി, പിന്നീട് അവർ ഗോവയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ കോളനീസ് ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ റിലീജിയസ് പോളിസി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചൊരു സാധനമാണ്. അവർ ഓക്കെ ആയിരുന്നു അല്ലയോ? ലത്തീൻ കത്തോലിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഓക്കെ ആയിരുന്നു അല്ലയോ? റിലീജിയസ് ആയിട്ട്, റിലീജിയസ് ഇൻടോളറൻസ് ഉള്ള ആളുകളായിരുന്നു ഈ പോർച്ചുഗീസ്. പോർച്ചുഗീസ് എന്ന് പറയുന്നത് ഹൈലി റിലീജിയസ് ഇൻടോളറന്റ് ആണ്. എന്ന് വെച്ചാൽ അവര് എന്താണ്, ഒരു 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 എന്താണ്, അവര് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളിരുന്ന ആളുകളാണ്. ഓക്കെ, ഒരുപാട് പേരെ കൺവേർട്ട് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും അവരുടെ റിലീജിയൻ സ്പ്രെഡ് ചെയ്യാനും അവരുടെ റിലീജിയസ് ബേസ് ആയിട്ടുള്ള കോളനീസ് ഉണ്ടാക്കാനും എല്ലാം പോർച്ചുഗീസ് കോളനീസ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആൽബുക്കർക്കിന്റെ സമയത്ത് ഗോവയിലൊക്കെയാണ്. അപ്പോൾ പോർച്ചുഗീസ് കോളനീസ് അവരുണ്ടാക്കി, അവർ ഇവിടെ വന്നിട്ട് അവര് അവരുടെ നാട്ടിലുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പകരം ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം വരെ അവർ തുടങ്ങി. കാരണം ഇവരെ പിന്നെന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാം. അങ്ങനെ മറ്റ് മുസ്ലിംസിനോടും ഹിന്ദു റിലീജിയനോടും ഹൈലി ഇൻടോളറന്റ് ആയിരുന്നു, എസ്പെഷ്യലി മുസ്ലിംസിനോട്. കാരണം അവർക്കെതിരെ ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂര സമീപനമാണ് ഈ പോർച്ചുഗീസുകാർ അവര് സ്വീകരിച്ചത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ മതനയം എന്ന് പറയുന്നത് ഒരിക്കലും ലിബറൽ ആയിരുന്നില്ല, എൻലൈറ്റൻഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നം ഇവിടെ കാണാൻ പറ്റും ഓർക്കുക. രണ്ടാമത്തേത്,
1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണോ പരാജയപ്പെടുത്തിയത്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയോ? 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിനകത്ത് ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ശരി. ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഹൈദരലിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ്. ഹൈദരലി ആണോ അതിനകത്ത് ഒപ്പുവെച്ചത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷ്. ഹൈദരാലിയാണോ ഒപ്പുവെച്ചത്? ടിപ്പു ആണോ ഒപ്പുവെച്ചത്? അല്ലെ? കാരണം 82 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഹൈദരാലി മരിക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അപ്പം ആ ഒരു ജസ്റ്റ് ഒരു സീക്വൻസ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛൻ കൊച്ചിയുടെ പ്രധാനമന്ത്രി ആയിരുന്നോ? ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛൻ, അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു കൊച്ചിയിലെ, അല്ലെ? മിനിസ്റ്റർ ഇൻ ചീഫ് ആയിരുന്നു, പ്രധാനമന്ത്രി ആയിരുന്നു. ശ്രീരംഗപട്ടണത്തിനെ പറ്റിയൊക്കെ വർഷമൊക്കെ പറയുന്നത് ശരിയാണ്, 1792 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതിനകത്തെ സംഗതികൾ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ശരിയാണോന്ന് അറിയണമല്ലോ. പ്രസ്താവന 1 വളരെ തെറ്റാണ്. പോർച്ചുഗീസുകാരുടെ മതനയം എന്ന് പറയുന്നത് വളരെ തീവ്രമായിരുന്നു. ഓക്കെ, അവരുടെ മതം ആണ് അവർക്ക് ഇമ്പോർട്ടന്റ്. അസഹിഷ്ണുത എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ഗ്രീഡും റിലീജിയസ് ഇൻടോളറൻസ്. ഓക്കെ, ആദ്യം അവർ വരുന്നുണ്ട്. ആദ്യം അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ കുരുമുളക്, ഇവിടുത്തെ സ്പൈസസ്, ഇവിടുത്തെ സമ്പദ് സമൃദ്ധി എല്ലാം ഇവര് മനസ്സിലാക്കുന്നുണ്ട്. 1498 കപ്പലിറങ്ങിയ സമയത്ത് തന്നെ. അപ്പം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ അവിടെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? വാസ്കോഡ ഗാമ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, തിരിച്ച് പോർച്ചുഗീസിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും അധികം നമ്മളുടെ ഈ മൂവി കണ്ടായിരുന്നു നിങ്ങള്? നമ്മളുടെ നമ്മുടെ ഇത് ഋഷഭ് ഷെട്ടിയുടെ കാന്താര കണ്ടായിരുന്നോ? കാന്താര. അപ്പൊ അതിനകത്ത് തേടി പോകുമ്പോഴത്തേക്കും സ്പൈസസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെയായിരുന്നു ആക്ച്വലി പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് നമ്മളുടെ സ്പൈസസ് കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത്. കുറച്ച് സ്പൈസസ് അവിടെ കൊണ്ടുപോയി ചെന്ന് കച്ചവടം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ലാഭം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, എന്താണ്, നിനോഡ കുൻഹ വന്നു, ആൽബുകർക്ക് വന്നു, അങ്ങനെ അൽമൈഡ വന്നു, അങ്ങനത്തെ കുറെ പേര് പിന്നെ ഇങ്ങോട്ട് വരികയാണ് കൊമേഴ്ഷ്യൽ ഗ്രീഡുമായിട്ട്. അപ്പം എത്രത്തോളം പ്രോഫിറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രോഫിറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് വന്നു. രണ്ടാമത്തെ ലക്ഷ്യമാണ് റിലീജിയസ് ഇൻടോളറന്റ് ആയിരുന്നു അവര്. ഒന്ന്, കൊമേഴ്ഷ്യലി അവർ ഭയങ്കര ഗ്രീഡായിരുന്നു. രണ്ടാമത് റിലീജിയസ് ആയിട്ട് ഭയങ്കര ഇൻടോളറന്റ് ആയിരുന്നു. അവരുടെ എന്താണ് കമ്മ്യൂണിറ്റിനെ വികസിപ്പിക്കുക, കൺവേർഷൻ ചെയ്യുക, ഇവിടെ കോളനികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണ്. കാന്താരയ്ക്കകത്ത് സിനിമയ്ക്കകത്ത് അവര് സ്പൈസസ് കണ്ട പ്രതീതിയായിരുന്നു പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് നമ്മളുടെ കുരുമുളകും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഉണ്ടായത്. ശരി, പ്രസ്താവന 2 ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, 1741 അത് കുളച്ചൽ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയെന്ന് ഓർക്കുക. ഓക്കെ, ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. ഇനി മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് തെറ്റാവുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. നമ്മൾ പഴശ്ശിരാജയുടെയൊക്കെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അപ്പൊ നമ്മൾ ടിപ്പു ആയിട്ടാണ് കണക്ട് ചെയ്തത്. പഴശ്ശി ടിപ്പുവിനെയാണ് സഹായിച്ചത്. സോ ഹൈദരാലി ഒരിക്കലും ഇവിടെ വരത്തില്ല. ഹൈദരാലി 80കളിൽ മരണപ്പെട്ടു. അതിനുശേഷം ടിപ്പു ആണ് ഇതിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ടിപ്പു ആണ് പിന്നീട് രണ്ടാമത്തെ ആംഗ്ലോ എന്താണ് ആംഗ്ലോ മൈസൂർ യുദ്ധവും, മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധവും, നാലാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധവും കണ്ടിന്യൂ ചെയ്തു പോയത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഒരിക്കലും ഹൈദരാലി വരത്തില്ല, ടിപ്പു ആണ് വരുന്നത് 1792 സമയത്ത്. പ്രസ്ഥാനം 4 ശരിയാണ്. കാരണം എന്താണ്? പാലിയത്തച്ഛൻ ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ശരി, ഇതിനകത്ത് നമുക്ക് നോക്കാം, കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് കുളച്ചൽ യുദ്ധത്തിനെ പറ്റി. ഇപ്പൊ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഓക്കെ, അപ്പൊ ഈ മാർത്താണ്ഡവർമ്മ എന്ന് നമുക്ക്
നോക്കാം. ഓക്കെ. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1729 സമയങ്ങളിലല്ലേ മാർത്താണ്ഡവർമ്മ കയറുന്നത്. അദ്ദേഹത്തിന് അന്ന് 23 വയസ്സെന്തോ ഉള്ളൂ. ഓക്കെ. ഹൈദരാലിയുടെ ടിപ്പു സുൽത്താന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മാർത്താണ്ഡവർമ്മയും വളരെ ചെറിയ പ്രായത്തിൽ ഭരണം ഏറ്റെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് 23 വയസ്സ് മറ്റോ ഉള്ളപ്പോഴാണ് ഈ എന്താണ് 1729 അദ്ദേഹം ഈ രാജഭരണം ഏറ്റെടുക്കുന്നത്. 1758 വരെ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹത്തെ പറ്റി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അതിനകത്താണ് ഈ ആക്ടിങ്. ആ സമയത്തൊക്കെ സ്വരൂപങ്ങളാണ്. തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട് സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, കോലാ സ്വരൂപം, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ. അപ്പൊ ഓരോ റീജിയൻസും ഓരോ സ്വരൂപങ്ങളായിട്ട് നിലകൊണ്ടിരുന്ന ആ സമയത്ത് മാർത്താണ്ഡവർമ്മ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക. അങ്ങനെ ആറ്റിങ്ങല്, കൊല്ലം മുതൽ അങ്ങ് കൊച്ചി വരെ വ്യാപിച്ച് നിന്നു ഇദ്ദേഹത്തിന്റെ ആ ഒരു അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പത്മനാഭനെ സമർപ്പിക്കുന്ന ഒരു ഒരു ഇത് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടി ദാനം എന്ന് പറഞ്ഞിട്ട്, തൃപ്പടി ദാനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഈ പിടിച്ചെടുത്ത അതെ. അപ്പൊ പിടിച്ചെടുത്ത കാര്യങ്ങളെല്ലാം എന്താണ്, പത്മനാഭന് സമർപ്പിക്കുന്നു എന്നൊരു സംഭവമാണ്. അപ്പൊ തൃപ്പടി ദാനം നടത്തിയത് ആദ്യം മാർത്താണ്ഡവർമ്മയാണ് നടത്തിയത്. അപ്പൊ അത്രത്തോളം ഉണ്ട് പിടിച്ചെടുത്ത റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പിടിച്ചെടുത്ത പുള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ്, ഈ പിടിച്ചെടുത്ത കാര്യങ്ങളെല്ലാം ഇത് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കുവാണ്. അപ്പൊ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഒരു വലിയ ഒരു 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 റീജിയൻ ആയിട്ട് മാറി. അപ്പൊ ആ വലിയ റീജിയൻ ആയിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും മാർത്താണ്ഡവർമ്മയുടെ പവറും അതിനനുസരിച്ച് കൂടി. ഓക്കെ. എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു സ്പൈസ് ട്രേഡ്. ഓക്കെ. മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് സഖ്യവുമായിട്ട് ഒരു മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് ഒരു സഖ്യമായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്പൈസസിന്റെ എല്ലാം ട്രേഡ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമെന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പകരം ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുന്നു, ഡച്ചുകാരെ അവരുടെ കുത്തക തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം പോർച്ചുഗീസ് വന്നു, പിന്നെ ഡച്ച് വന്നു, പിന്നെയാണ് ബ്രിട്ടൻ വരുന്നത്. ഓക്കെ. അപ്പൊ ഡച്ചുകാരുടെ ഒരു കുത്തക തകർക്കുന്നതിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവെക്കുന്നുണ്ട്. അത് ഡച്ചുകാർക്ക് അത്ര പിടിച്ചില്ല. അത് മാത്രമല്ല, പിടിച്ചെടുത്ത പല റീജിയൻസും ഡച്ചുമായിട്ട് കൊമേഴ്ഷ്യൽ എഗ്രിമെന്റ് നിലകൊണ്ടിരുന്ന കുറച്ച് റീജിയൻസ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡച്ചുകാരുടെ മോണോപ്പൊളി, ഡച്ചുകാരുടെ സ്പൈസിന്റെ കുത്തകയായിട്ടുള്ള മോണോപ്പൊളി. അതെ. കാരണം തിരുവിതാംകൂർ എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോഴും അതെ, കാരണം ബ്രിട്ടനുമായിട്ട് അവർ കൂടിച്ചേർന്നിരുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അവർ പല സമയത്തും എന്താണ് ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനോടുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ട് വന്നതാണ് സ്വന്തം എന്താണ് സ്വത്തുകൾ എന്ന പോലെ തന്നെ വികസിപ്പിച്ചുകൊണ്ട് വന്നതാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം 1743 ഇതൊന്നും പോരാഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ സ്പൈസ് ട്രേഡിന് എന്ത് ചെയ്യുന്നുണ്ട്, കുരുമുളകിനൊക്കെ സ്റ്റേറ്റ് മോണോപ്പൊളി വെച്ചു. കാരണം കുരുമുളകിന്റെ വിതരണം, അതുപോലെ തന്നെ കുരുമുളകിന്റെ സെയില്, ഇതെല്ലാം സംസ്ഥാനത്തിന്റെ കുത്തകയാക്കി, സംസ്ഥാന ഗവൺമെന്റിന്റെ കുത്തകയാക്കി വെച്ചു. അപ്പൊ പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനിക്കാം കുരുമുളകിന്റെ വിതരണം ആർക്ക് വേണം, സെയിൽ ആർക്ക് വേണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കുന്നു. ആ സഖ്യം ഡച്ചുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, കുളശ്ശേരി യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട്. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഈ യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിനകത്തൊരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ക്യാപ്റ്റൻ ഡെലനോയ്. ഓക്കെ. ക്യാപ്റ്റൻ ക്ലീറ്റസ് അല്ല, ക്യാപ്റ്റൻ ഡെലനോയ്. ഓക്കെ. അപ്പൊ ക്യാപ്റ്റൻ ഡെലനോയ് എന്ന് പറയുന്നത് ഡച്ചുകാരുടെ കൂടെ നിന്ന ആളാണ്. അപ്പൊ അതെ, അപ്പൊ ഡച്ചുകാരുടെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം ട്രാവങ്കൂർ സൈന്യത്തിന്റെ ആളാവുകയും തിരുവിതാംകൂർ സൈന്യത്തിനെ ഇദ്ദേഹം നയിക്കുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന വിശേഷണമൊക്കെ പിന്നീട് ഏറ്റെടുത്ത ഒരാളാണ് ക്യാപ്റ്റൻ ഡെലനോയ്. ഓക്കെ. ക്യാപ്റ്റൻ ഡെലനോയ് എന്ന് പറയുന്നത്. അപ്പോൾ 1741 ഓഗസ്റ്റ് 10 ഓർത്ത് വെക്കുക. 1741 ഓഗസ്റ്റ് മാസം 10 ഓർക്കുക. മാർത്താണ്ഡവർമ്മ ഡച്ചുമായിരുന്നു എന്ന് ഓർക്കുക.
അപ്പൊ ആദ്യം ഡച്ചുകാർ ഒരു ഇതിലോട്ട് വന്നെങ്കിലും പിന്നീട് പൂർണ്ണമായിട്ട് തോൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ക്യാപ്റ്റൻ ഡെൽനോയിനെ പിന്നീട് തിരുവിതാംകൂറിന്റെ സൈന്യാധിപനാക്കി മാറ്റുകയും ക്യാപ്റ്റൻ ഡെൽനോയിനെയാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്നതും. ഇദ്ദേഹത്തിന്റെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയിലാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതാണ് കുളച്ചിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. പിന്നീട് തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായിട്ട് വന്ന ക്യാപ്റ്റൻ ഡെലനോയിനെയാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് വിളിച്ചത്. ഇദ്ദേഹത്തിന്റെ ശവകുടീരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ട, തക്കല. ഓക്കെ, ഉദയഗിരി കോട്ട, തക്കല. ഇനി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ സെറിംഗപട്ടണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാം. ഇത് 1792 നമ്മൾ ഈ യുദ്ധങ്ങൾ പഠിക്കുന്ന സമയത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ വർഷം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ആംഗ്ലോ മൈസൂർ യുദ്ധം, ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, വർഷം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഒന്നാമത്തേത് 1767 മുതൽ 69 വരെയായിരുന്നു ഒന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, 1767 മുതൽ 69 വരെയുള്ള ആംഗ്ലോ മൈസൂർ യുദ്ധം നടത്തിയത് ഹൈദരാലിയാണ് ഇത് നടത്തിയത്. അപ്പൊ ഓരോ യുദ്ധത്തിന്റെ അവസാനവും ഒരു സന്ധി ഉണ്ടാവുമല്ലോ, ഒരു ട്രീറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഒരു യുദ്ധത്തിന്റെ ട്രീറ്റി എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ട്രീറ്റി ഓഫ് മദ്രാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ട്രീറ്റി ഓഫ് മദ്രാസ്. ഓക്കെ, ട്രീറ്റിയാണ്, ട്രീറ്റി. ഭാവി ശരിയാണ്, ട്രീറ്റി ഓഫ് മദ്രാസ്. രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് 1780-കളിലാണെന്ന് ഓർത്തേക്കണം. കാരണം പിന്നീട് 10 വർഷം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. 80-84 സെക്കൻഡ് ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നു. ഈ സമയത്ത് ആദ്യത്തെ 2 വർഷം ഹൈദരാലി ഉണ്ടായിരുന്നു, പിന്നീടുള്ള 2 വർഷം ടിപ്പു ആണ് വന്നത്. ഹൈദരാലി പിന്നീട് ക്യാൻസർ മറ്റുമാണ് വന്ന് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 80-82 സമയത്ത് ഹൈദരാലി, പിന്നീട് മരണത്തിന് ശേഷം ടിപ്പു സുൽത്താനും ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ മാംഗ്ലൂർ ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. ഓക്കെ, ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ആണ്. ഇനി മൂന്നാമത്തെ യുദ്ധമാണ് ഈ എന്ത് ചെയ്യുന്നുണ്ടത്, ഈ 92 ട്രീറ്റി എന്ന് പറയുന്നത്. 92-ലാണ് 1792 നടന്ന മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനകത്തെ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ സെറിംഗപട്ടണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സെറിംഗപട്ടണം. ഒപ്പുവെച്ചത് ആരാണ്? ലോർഡ് കോൺവാലിസ് അടക്കമുള്ളവരുണ്ടായിരുന്നു. ടിപ്പു സുൽത്താനാണ് ഒപ്പുവെച്ചത്. ഹൈദരാലി അല്ല, ടിപ്പു സുൽത്താൻ. കാരണം ഹൈദരാലി മരിച്ചത് 80s-ലാണ്. ഈ ഒരു യുദ്ധത്തിൽ ടിപ്പു സുൽത്താന് വളരെ വലിയ ലോസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ പഴശ്ശിരാജയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ടിപ്പു സുൽത്താന് വളരെ വലിയ ലോസ് ഉണ്ടാവുന്നുണ്ട്. അന്നത്തെ സമയത്തെ 3 കോടി രൂപയാണ് എന്താണ് വാർ ഇൻഡെംനിറ്റി ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം ഏറ്റത്. 3 കോടി രൂപ മാത്രമല്ല, അദ്ദേഹം എത്ര റീജിയൻ ആണോ കൈവശപ്പെടുത്തി വെച്ചിരുന്നത് അതിന്റെ പകുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം. ഇവിടെ നിന്നാണ് മറ്റേ പഴശ്ശിരാജയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അദ്ദേഹം ഓർത്തത്. പിന്നീട് 3 കോടി രൂപയും പോയി, പകുതി രാജ്യവും പോയി. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരെയും ബ്രിട്ടീഷ് തടങ്കലാക്കി. ഓക്കെ, അപ്പോൾ 3 കോടി രൂപ, അന്നത്തെ 3 കോടി, ഇന്നത്തെ 3 കോടി തന്നെ ഇത്രയും വലുതാണ്. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ അന്നത്തെ 3 കോടി രൂപ കൊടുക്കാൻ പറയുന്നത്. 3 കോടി രൂപയും പോയി, 2 ആൺമക്കളെ സറണ്ടർ ചെയ്യേണ്ടി വന്നു, പകുതി രാജ്യവും സറണ്ടർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ടിപ്പു സുൽത്താന് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഉണ്ടാവുന്ന ഒരു യുദ്ധമാണ് മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. 1792 സമയത്താണ് ഇത് നടന്നത്. 92-ലാണ് ട്രീറ്റി ഓഫ് സെറിംഗപട്ടണം ഒപ്പുവെക്കുന്നത്. ഓക്കെ, പിന്നീട് 1799-ലാണ് 4-ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത്. ഈ 4-ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ടിപ്പു കൊല്ലപ്പെടുന്നുണ്ട്, ടിപ്പു മരണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ജസ്റ്റ് വർഷവും ആരായിരുന്നു എന്നതും ട്രീറ്റിയും. 4-ാമത്തേതിനകത്ത് പ്രത്യേകിച്ച് ട്രീറ്റി ഒന്നുമില്ല, മരണപ്പെടുവാണ് ചെയ്തിരുന്നത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റിയുടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല.
അപ്പൊ ട്രീറ്റി ഓഫ് മദ്രാസ് ഒന്നാമത്തേത്, മംഗളൂർ രണ്ടാമത്തേത്, സെറിംഗപട്ടണം മൂന്നാമത്തേത്, പിന്നെ 99 മരണപ്പെടുന്നതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതാണ് മൂന്നാമത്തെ ട്രീറ്റി ഓഫ് സെറിംഗപട്ടണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇനിയിപ്പം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇത് എന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് സെറിംഗപട്ടണത്തിനകത്തെ മറ്റേ ഇതെന്താണ്, ക്ലോസസ് എന്തൊക്കെയാണ്. ഒന്നാമത്തേത് പകുതിയാണ് പോയെന്ന് ഓർക്കണം. ഓക്കെ, ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം. രണ്ടാമത്തേത് ഓർക്കുക 3 കോടി പോയി, 2 പുത്രന്മാരും പോയി. ഓക്കെ, അപ്പോ 50% ഓർക്കുക, 3 കോടി ഓർക്കുക, 2 പുത്രന്മാരെ ഓർക്കുക. ഈ 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. കോൺസിക്വൻസസ് ഓഫ് വാർ, ഈ ട്രീറ്റി ഓഫ് സെറിംഗപട്ടണത്തിനകത്തെ ക്ലോസസ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രീറ്റി ഓഫ് സെറിംഗപട്ടണം. പിന്നെ കുളച്ചൽ യുദ്ധം, പിന്നെന്താണ്, അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുത്തായിരുന്നോ ട്രീറ്റി ഓഫ് സെറിംഗപട്ടണം ഒക്കെ? ഈ വർഷങ്ങൾ ദിവസം ഓർത്ത് വെച്ചോണേ. കാരണം ഈ വർഷം ഉണ്ടല്ലോ, ഈ വർഷം ഓർത്ത് വെക്കുന്നതിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം നിരവധി യുദ്ധങ്ങളുണ്ട്. അപ്പൊ നിരവധി യുദ്ധങ്ങൾ ക്രൊണോളജിക്കലി ഒന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കാരണം നമുക്കറിയാം ഈ ട്രീറ്റി ഏത് വർഷമാണ് വന്നതെന്നും, അതുപോലെ തന്നെ മാംഗ്ലൂര്, പിന്നെ സെറിംഗപട്ടണം, ഈ ഒരു ട്രീറ്റികളുടെയൊക്കെ ആ ഒരു വർഷം നമുക്കൊരു ലോജിക്കലായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കതൊരു അറേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതിന്റെ കൂടെ തന്നെ വേറെ ട്രീറ്റികളായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ ഡച്ചുകാരുമായിട്ടോ അല്ലെങ്കിൽ ഫ്രാൻസുമായിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുമായിട്ടോ വെക്കുന്നുള്ള മറ്റ് ട്രീറ്റീസ് ആയിരിക്കാം. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ശരി, ഇനി ആറാമത്തെ ചോദ്യം അറിയാമോ? കിട്ടുന്നുണ്ടോ നോക്കി. 33 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിട്ട് 12,504 മൈൽ ദൂരം സഞ്ചരിച്ചുകൊണ്ട് രാജ്യമെമ്പാടും നടത്തിയ പര്യടനം എന്താണ് അറിയപ്പെടുന്നത്? ജനജാഗരണ യാത്ര, ദണ്ഡിയാത്ര, സമാജ സമത യാത്ര, ഹരിജൻ പര്യടനം അല്ലെങ്കിൽ ഹരിജൻ യാത്ര എന്ന് നോക്കി. നിഷി ഡി ആണ് പറഞ്ഞത്, സി പറഞ്ഞിട്ടുണ്ട് ഒരാള്. ഓക്കെ, ഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളുടെ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് ആ കമ്മ്യൂണിറ്റിയുടെ നേതാവ് വേണം, വരാം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് ആദ്യം തുടങ്ങിയതാണെന്നറിയോ? ഈ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. PSCയിൽ ആദ്യമായിട്ട് വന്നവരൊക്കെ ഈ ക്ലാസ്സിലുണ്ടോ? ആക്ച്വലി കഴിഞ്ഞ ദിവസം 1-2 പേരുണ്ടായിരുന്നു. അവരിപ്പോഴും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണേ. അതോ അവര് മടുത്തോ? ഉണ്ട്. നിങ്ങൾക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തു നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന സാധനം ബേസിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ SCRT പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ബേസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് പിടികിട്ടി പോകും. പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയോ ആണ് പഠിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പൊ ഇത് തന്നെ 1993 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പുറകിലത്തെ കാര്യം അറിയാതെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എനിക്കത് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കത് ഡേറ്റുകൾ അല്ലേ എന്ന് വെച്ചാൽ ഡേറ്റുകള്, ഈ ഡേറ്റുകളുടെ കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് PSC പഠിച്ചവർക്കാണെങ്കിൽ ഡേറ്റ് മാറിപ്പോകും. ഇപ്പൊ സെറിംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത് ഒരു 100 പേരുണ്ട്. 100 പേരും PSC ഒരു 3 വർഷം 4 വർഷം ഒക്കെ പഠിച്ചവരാണെന്നിരിക്കട്ടെ. അങ്ങനെ 100 പേരുണ്ടെങ്കിൽ ഒരു 15 പേര് മുതൽ 15 പേർക്കൊക്കെ അറിയത്തുള്ളൂ ഇത് 1792 ഈ സെറിംഗപട്ടണം ട്രീറ്റി ഒപ്പുവെക്കുന്നതെന്നൊക്കെ. കാരണം അവർ ആ ഡേറ്റ് മറന്നു പോകും. ഓൾറെഡി റിവൈസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഡേറ്റുകളെല്ലാം മറന്നു പോകും. അതുപോലെ സംസ്ഥാന രൂപീകരണത്തിന്റെ ഡേറ്റ്, ഈ സംസ്ഥാന രൂപീകരണത്തിന്റെ ആ ഒരു എല്ലാ ഡേറ്റുകളും 100 പേര് PSC പഠിക്കുന്നുണ്ടെങ്കിൽ അതില് ഒരു 5 പേർക്ക് പോലും അറിയാനുള്ള സാധ്യത ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിച്ച ഡേറ്റ് കൃത്യമായിട്ട് പറയാമെന്ന് ചോദിച്ചാൽ 100-ൽ 5 പേർക്ക് അറിയാൻ സാധ്യത കുറവാണ്. ഓക്കെ,
റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ കാര്യം ഞാനീ പറഞ്ഞത്. റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളോട് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഡേറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ 100-ൽ 5 പേർക്ക് പോലും അറിയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. വായിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു തവണയെങ്കിലും കവർ ആവും. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം എല്ലാ ഫാക്ടുകളും അറിയാവുന്നവരല്ല ഈ റാങ്ക് ലിസ്റ്റുകളിനകത്ത് വരുന്നത്. PSC ആയിട്ടൊരു പരിചയം അവർക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു തുടക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് കിട്ടാവുന്ന രീതിയിലേക്ക് ഇപ്പൊ PSC മാറിയിട്ടുണ്ട്. കൺസെപ്റ്റലായിട്ട് ഒരു രീതിയിലേക്ക് PSC മാറിയിട്ടുണ്ട്. പിന്നെ ഫാക്റ്റുകൾ വന്നാൽ നമ്മളത് വിട്ടു പോവണ്ട എന്നുള്ള രീതിയിൽ കൊണ്ട് മാത്രമാണ് അത് തന്നത്. ഓക്കെ, ഇപ്പോ ഹിമാചൽ പ്രദേശ് രൂപീകരിച്ച വർഷം, ആ വർഷം ഇപ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല 100-ൽ ഒരു 5 മുതൽ 10 പേര് പോലും എഴുതുമോന്ന്. ഓൾറെഡി റാങ്ക് ലിസ്റ്റിലുള്ള 100 പേര് എടുത്തു കഴിഞ്ഞാൽ 5 മുതൽ 10 പേര് പോലും അവർ ഹിമാചൽ പ്രദേശിന്റെ രൂപീകരണത്തിന് വർഷം എഴുതുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അത്രത്തോളം ഫാക്റ്റുകൾ കണ്ടിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഈ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ JVP കമ്മീഷൻ വന്നത്, ദർ കമ്മിറ്റി വന്നത്, ഫസൽ അലി കമ്മീഷൻ വന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു ഫാക്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കാൻ പാടുവരും. പക്ഷെ റിവൈസ് ചെയ്താൽ അത് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരാഴ്ച ഈ ഒരു ഒറ്റ ക്ലാസ്സിലേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളായിട്ട് തിങ്ങിക്കൂടിയ സാധനം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി പഠിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇത് നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ പിന്നെ സംഭവം ഈസി ആവും. ബാക്കി എല്ലാവർക്കും കിട്ടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അവിടെയാണല്ലോ നമ്മുടെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി ഇത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് രാജ്യമെമ്പാടും നടത്തിയ പര്യടനം ഏതാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഒന്നും അറിയാത്ത ആൾക്ക് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ആദ്യം ഒന്നാമത്തേത് നിങ്ങളിത് മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉണ്ടല്ലോ ബ്രിട്ടീഷുകാരുടെ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അതാണ് ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയും നമ്മളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നമ്മളെ ഒന്ന് ഭരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പാണ് 1909. ഓക്കെ, ഓൾറെഡി പഠിച്ചു പോയവർക്കറിയാം ഏതാണ് സംഭവം. 1909 വന്നിട്ടുള്ളൊരു ഒരു റിഫോം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് പറഞ്ഞേ, ഏതായിരുന്നു 1909? മിന്റോ മോർലി റിഫോം. ഓക്കെ, അപ്പോ PSC അതുമായിട്ട് പഠിക്കുന്നതെന്ന് ഓർക്കുക. 1909 ഇവിടെ ഒരു റിഫോം വന്നു, ഇവിടെ ഒരു നിയമം വന്നു. ആ നിയമത്തിനകത്തുള്ള ഒരു സംഭവമാണ് മിന്റോ മോർലി റിഫോം എന്നാണ് അതിന്റെ പേര്. അതിനകത്ത് മുസ്ലിംസിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇലക്ടോറേറ്റ്, അവർക്ക് അവരുടെ നേതാക്കളെ വോട്ട് ചെയ്ത്, മിന്റോ മോർലി റിഫോം, അവരുടെ നേതാക്കളെ സെപ്പറേറ്റ് ആയിട്ട് എലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 1909 മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് വന്നത്. ഓക്കെ, മിന്റോ മോർലി റിഫോം, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ഫോർ മുസ്ലിംസ്. പിന്നീട് ഈ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് 1919 ആയപ്പോഴത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇന്ത്യൻ ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു, കുറച്ച് കൂടി ആളുകളെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തി. അപ്പൊ അതാണ് പിന്നീട് 1919 വന്നിട്ടുള്ള മോണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് പഠിക്കും എന്തായാലും, ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മോണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, 1919. ഇതിനകത്ത് മുസ്ലിംസ് മാത്രമല്ല, ബാക്കി കുറച്ച് ആൾക്കാരെ കൂടെ, സിഖ്സ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ് പോലെയുള്ള ആളുകളെ ഇൻക്ലൂഡിങ് മുസ്ലിംസ് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൂട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് വൈഡൻ ചെയ്യുന്നു. അപ്പൊ മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വേർതിരിവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് പരിപാടി. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ വരുമല്ലോ. ശരി, അവിടെ ഇത്രയും സാധനങ്ങൾ അവിടെ നിൽക്കട്ടെ. അങ്ങനെ 1919 മോണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് വന്ന സമയത്ത് ഇതിനകത്ത് മറ്റൊരു ക്ലോസ് കൂടി ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തിന് ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് പരിഷ്കരിച്ച് പുതിയ നിയമമാക്കി തരാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് വന്നതാണ്. അതിനെപ്പറ്റി പഠിക്കാൻ, ഇത് ഒന്ന് പരിഷ്കരിക്കാമെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ആ പരിഷ്കരണത്തിന് വേണ്ടി ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെയാണ് സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
1928 സമയത്തൊക്കെ ഇവിടെ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്ന മോണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് ഒന്ന് പരിഷ്കരിച്ച് പുതിയതാക്കി നൽകുക എന്നുള്ളതായിരുന്നു സൈമൺ കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ സൈമൺ കമ്മീഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. കാരണം ഒന്നാമത്തേത്, ഇതിനകത്ത് ബ്രിട്ടീഷുകാർ മാത്രം അല്ലെങ്കിൽ സായിപ്പന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആ സമയത്താണ് ലാലാ ലജ്പത് റായ് ഒക്കെ പഞ്ചാബിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, ഓക്കെ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് 27 ഇവിടെ വന്നിറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്താണ് ഇവിടെ സൈമൺ കമ്മീഷന്റെ ഒക്കെ വരവിന് പ്രതിഷേധിച്ചുകൊണ്ട് ലാലാ ലജ്പത് റായ് ഒക്കെ ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്, ലാലാ ലജ്പത് റായ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകൾ ഇതിനകത്തോട്ട് കടന്നു വരുന്നുണ്ട്. അവര് റവല്യൂഷണറി ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നുണ്ട്. സൈമൺ കമ്മീഷന്റെ വരവും ലാലാ ലജ്പത് റായിയുടെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് വെക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേറെ നിയമങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ സമയത്താണ് 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് എന്ത് വരുന്നത്, മറ്റൊരു കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ ഒരു സംഗതി ഇവിടെ കൊണ്ടുവരുവാണ്. അതിനകത്ത് ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക്, മൈനോറിറ്റി ആയിട്ടുള്ള ഡിപ്രസ്ഡ് സെക്ഷൻസിന് ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊണ്ടുവരുവാണ്. ഡിപ്രസ്ഡ് ക്ലാസ്, അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്ക്. ഇപ്പൊ എത്രത്തോളമായി? കമ്മ്യൂണൽ ആയിട്ടും വന്നു, റിലീജിയന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് വന്നു, ഇപ്പോ ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് ഇലക്ടോറേറ്റ് വന്നു. ഞാൻ ഒന്നും കൂടെ സമറൈസ് ചെയ്യാം. 1909 ആദ്യമായിട്ട് മുസ്ലിംസിന് വന്നു. 1919 മോണ്ടേഗു ഷെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിൽ ബാക്കി കുറച്ച് പേരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു, ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റി. 1928 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. 1932 റാംസെ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണൽ അവാർഡ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് കൂടി സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊടുത്തത് ഗാന്ധിജിക്ക് ഇഷ്ടമായില്ല. ഓക്കെ, കാരണം ഇവിടെ ഡിപ്രസ്ഡ് ക്ലാസ്സിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ക്ലാസ്സുകളെ വരെ നിങ്ങൾക്ക് ഭിന്നിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് ഗാന്ധി പറയുകയാണ്. അവരെപ്പോഴും അൺടച്ചബിൾസ് വിൽ ഓൾവേസ് റിമൈൻ ആസ് അൺടച്ചബിൾസ്, അതിനുള്ള പരിപാടിയാണെന്ന് ഗാന്ധിജി പറയുകയാണ്. ഗാന്ധിജി ഇതിനെതിരെ യർവാദ ജയിലില്, അപ്പൊ ആ സമയത്ത് യർവാദ ജയിലിലാണ് ഗാന്ധിജി ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഫാസ്റ്റ് എടുക്കുന്നുണ്ട്. ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഗാന്ധിജിനെ ഒന്ന് അനുനയിപ്പിച്ചുകൊണ്ട് അംബേദ്കർ എല്ലാം ഒപ്പുവെക്കുന്ന ഒരു പൂന പാക്ട് എന്ന് പറയുന്ന സംഗതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് പൂന പാക്ട്, മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും ഒക്കെ വെച്ചിട്ട് പൂന പാക്ട്, പാക്ടിനകത്താണ് പിന്നീട് ഗാന്ധിജിനെ ഒന്ന് അനുനയിപ്പിക്കുന്നത്. ഗാന്ധിജി പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗാന്ധിജി പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹരിജൻസിന്റെ, അതായത് ഇപ്പൊ ഈ കമ്മ്യൂണൽ അവാർഡ് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഗാന്ധിജിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭിന്നിപ്പ് ഡിപ്രസ്ഡ് ക്ലാസ്സുകളിലേക്ക് കൂടെ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഗാന്ധിജിയുടെ ലക്ഷ്യവും ഹരിജൻ വിഭാഗത്തിന്റെ അവരെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അവരിൽ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നും അന്നാണ് ഹരിജൻ സേവക് സംഘമൊക്കെ പുള്ളി രൂപീകരിക്കുന്നുണ്ട്. ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഹരിജൻ എന്ന് പറയുന്ന വീക്കിലിയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഹരിജൻ സേവക് സംഘൊക്കെ 1932 സമയത്താണ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഹരിജൻ ആയിട്ട് ബന്ധപ്പെട്ട്, അൺടച്ചബിൾസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് 1933 ഇപ്പൊ വർഷത്തിലേക്കുള്ള ഒരു ലിങ്ക് ആണ്. കാരണം 1932 കമ്മ്യൂണൽ അവാർഡ്. 1933 ഗാന്ധിജി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണൽ അവാർഡിനകത്ത് പറഞ്ഞിട്ടുള്ള ഡിപ്രസ്ഡ് ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ഓക്കെ, ആ കണക്ഷനാണ് ഹരിജൻ യാത്രയിലേക്ക് വന്നത്. അദ്ദേഹം അൺടച്ചബിലിറ്റിക്കെതിരെ, അതുപോലെ തന്നെ ഹരിജൻസിന്റെ, ഡിപ്രസ്ഡ് ക്ലാസസിന്റെ സാമൂഹിക ഉന്നമനത്തിനായിട്ട് രാജ്യവ്യാപകമായിട്ട് അദ്ദേഹം പര്യടനം നടത്തുകയാണ്. ഓക്കെ, ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് കുറച്ചു നാൾ അദ്ദേഹം വിട്ടുനിന്നതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ ഏരിയ വാർധയിലേക്കൊക്കെ, ആശ്രമം വാർധയിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി തിരിച്ച് ഞാൻ സബർമതിയിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഇൻഡിപെൻഡൻസ് കിട്ടിയിരിക്കണം, അതുവരെ ഇവിടെ വാർധയിൽ ഞാൻ മാറുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്
അദ്ദേഹം മാറുന്നത്. പിന്നീട് അദ്ദേഹം വാർധയിലേക്ക് പോവുകയും ഹരിജന യാത്ര എന്ന പേരിലുള്ള എന്താണ് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലേക്ക് ഗാന്ധിജി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് ഹരിജനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീക്കിലി ഓർഗനൈസേഷൻസ് ഇതെല്ലാം ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 1931 ആ സമയത്തൊക്കെയാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ചർച്ചയൊക്കെയാണ് നടക്കുന്നത്. വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിനാണ് ഗാന്ധിജി പോയത്. ശരി, ഗാന്ധിജി ആ വട്ടമേശ സമ്മേളനം എല്ലാം കഴിഞ്ഞ് ബോംബെയിൽ തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും ഓഗസ്റ്റ് മാസം 1932 കൂടിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജയിലിൽ ആവുന്നുണ്ട്. ഓക്കെ, 1932 സമയത്ത് തന്നെ പിന്നെ ജയിലിൽ വെച്ചിട്ട് ഉപവാസം നടക്കുന്ന സമയത്താണ് ഈ പൂന പാക്ട് വരുന്നത്. പൂന പാക്ട് വരുന്നത് 1932 സെപ്റ്റംബർ മാസം 24-ാം തീയതി. അങ്ങനെ പൂന പാക്ട് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഹരിജന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഓക്കെ, ഹരിജൻ യാത്രയിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ അതാണ് 1933 ഹരിജൻ യാത്രയും ഗാന്ധിജിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ്, ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് തുടങ്ങിയത് 1932 ഗാന്ധിയാണ്. ഓക്കെ, ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് തുടങ്ങിയത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഹരിജൻ എന്ന വീക്കിലി തുടങ്ങിയത് ഗാന്ധിജിയാണ്. ഹരിജൻ സേവക് സംഘ് തുടങ്ങിയത് ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പൊ ഈ ഹരിജനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തുടങ്ങി. അതുപോലെ ഈ 1933 മുതൽ ഒരു വർഷം നീണ്ടു നിന്നിരുന്ന 12,504 മൈലുകൾ സഞ്ചരിച്ച, ചില പുസ്തകത്തിനകത്ത് 20,000 എന്ന് കണ്ടു. ഓക്കെ, സഞ്ചരിച്ചിരുന്ന ഒരു ഹരിജൻ യാത്ര അദ്ദേഹം രാജ്യവ്യാപകമായിട്ട് നടത്തി. അപ്പൊ ഇതാണ് ഹരിജൻ യാത്രയെ പറ്റിയിട്ടുള്ള ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ഹരിജൻ വിഭാഗത്തിന്റെ പ്രശ്നത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് കമ്മ്യൂണൽ അവാർഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഓർക്കുക. ഇത് കണ്ടില്ലേ, റാംസേ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡ്. ഇവിടെ വെച്ചാണ് അൺടച്ചബിൾസിന് സെപ്പറേറ്റ് എലക്ടോറേറ്റ് കൊടുക്കുന്നത്, ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക്. നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടിയോ? എങ്ങനെയാണ് ഈ സാധനം ഹരിജന വിഭാഗത്തിലേക്ക് ഗാന്ധിജി ഇറങ്ങാനുള്ളൊരു സംഭവം? ഓക്കെ ആണോ? ആ, ശരി. പിന്നെ ഈ സമാജ സമത എന്ന് പറയുന്ന ഒരാളൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു. അത് ആക്ച്വലി സമാജ സമത എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യാത്രയല്ല, സമത എന്ന് പറഞ്ഞ കുറച്ച് വേർഡുകൾ നിങ്ങൾ കണ്ടാൽ അത് അംബേദ്കറുമായിട്ടാണ് കൂടുതലായിട്ട് ബന്ധപ്പെട്ടത്. സമത എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളത് ദണ്ഡിയാത്രയുണ്ട്, ജനജാഗരണ യാത്ര. നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാൻ തോന്നുന്നു അല്ലെ. ലാഹോർ കോൺസ്പിറസി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ലാഹോർ കോൺസ്പിറസി, ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവിന്റെ ഒക്കെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിരിക്കുക. 9 ഓക്കെ അല്ലേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? കുറെ കാര്യങ്ങൾ കാണുമായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് വായിച്ചു പോകേണ്ട ഒരു സാധനമുള്ളൂ, ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് വായിച്ചു പോകേണ്ടത് സ്റ്റേറ്റിന്റെ ഫോർമേഷൻ വർഷം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ഞാനത് സാറിനോട് പറയാം. നെക്സ്റ്റ് വീക്ക് ഇത്തിരി ലേറ്റ് ആവുമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അത് 30-ാം തീയതി 31-ാം തീയതി ഒക്കെ അത് തരാം. ഓക്കെ, താങ്ക് യു.